സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം. ആ നിസ്സംഗത്വം എന്ന് പറഞ്ഞപ്പോൾ ഒരാള് എന്നോട് പറഞ്ഞു, ഈ നിസ്സംഗത്വം എന്ന് പറഞ്ഞാലേ നിരാശ കൊണ്ട് വരണതാണ്. ഞാൻ പറഞ്ഞു, അതെ, ഈ നിരാശ എന്നുള്ളതിന്റെ വ്യാഖ്യാനം മനസ്സിലാവുന്നതുകൊണ്ടാണ്. നി ആശ, ആശകളില്ലാത്ത അവസ്ഥ, അതാണ് നിരാശ. ആശാഹി പരമം ദുഃഖം, നൈരാശ്യം പരമം സുഖം. ഈ നിരാശ എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ ഇംഗ്ലീഷിൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയില്ലേ, ഡിജക്റ്റഡ് എന്ന് പറയില്ലേ, ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറയില്ലേ, അതല്ല. എന്നോട് ഒരാൾ ബാധിച്ചതാണ്. ഫ്രസ്ട്രേഷൻ എന്നാണ് അവർ കൊടുക്കുന്ന അർത്ഥം. ഫ്രസ്ട്രേഷൻ അല്ല നിരാശ, ആശകളില്ലാത്ത അവസ്ഥയാണ്. അതാണ് പറഞ്ഞത്, ത്രിഗുണാത്മികമായ മനസ്സ് നിർഗുണമാവുമ്പോഴാണ് ആശകളില്ലാതാവുക. എന്തെങ്കിലും നേടണം, ആർക്ക് നേടണം? അയൽവക്കക്കാരന് ലോട്ടറി അടിക്കുന്നത് എൻ്റെ ആരെങ്കിലും ലോട്ടറിക്ക് കിട്ടാറുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് വേണമെന്നാണ്, എൻ്റെ കാര്യം അധികം നടക്കണം. ഈ സ്വ അർത്ഥം കൊണ്ടാണ് നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈ മമതാ നിരാസം എന്ന് പറയുന്നത് സത്സംഗത്തിൽ കൂടെ മാത്രമേ ലഭിക്കുള്ളൂ. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം. നമുക്ക് പിന്നെ മോഹങ്ങൾ ഉണ്ടാവില്ല. മോഹങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മോഹിച്ചു കഴിഞ്ഞാൽ ദുഃഖമാണ് ഉണ്ടാകുന്നത് എന്നും അവ താൽക്കാലികമായ സുഖമാണ് തരുന്നത് എന്നും അവയെ മോഹിച്ചു കഴിഞ്ഞാൽ ദുഃഖമാണ് ഉണ്ടാവുക എന്നും അറിയാത്തത് കൊണ്ടാണ് പ്രശ്നം. ഇതറിഞ്ഞാൽ മോഹിക്കില്ല, നമ്മളൊന്നും മോഹിക്കില്ല. നമ്മുടെ കർമ്മഫലം അനുസരിച്ച് കുറച്ചു നേരം മുമ്പ് കൊടുങ്ങല്ലൂർ വലിയവരൊക്കെ കണ്ട് നമസ്കരിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ചർച്ച ചെയ്ത കാര്യം ഇതാ, ആശാഹി പരമം ദുഃഖം, നൈരാശ്യ പരമം സുഖം എന്നുള്ളത്. അവിടെ ഇച്ഛാഭംഗം എന്നുള്ളതല്ല, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോഴുള്ള ഫ്രസ്ട്രേഷൻ അല്ല നിരാശ. നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുക. ഒരാൾ എന്നോട് ബാധിച്ചതാണ് നിരാശ എന്ന് പറഞ്ഞ ആളാണ്. അല്ല, ആഗ്രഹങ്ങളില്ലാത്ത അവസ്ഥ. ഇത് പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവില്ല. എന്താ കാരണം? ആഗ്രഹങ്ങളില്ലാത്ത ആരുമില്ല. ആഗ്രഹങ്ങളില്ലാത്ത ആരുമില്ല ലോകത്ത്. അപ്പൊ ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുമ്പോ അവൻ യോഗിയാവും, അവൻ അമാനുഷികനാവും. ഇതിലേക്കുള്ള പ്രയാണമാണ് ഭക്തിയോഗം. ആ ഭക്തിയോഗം ശീലിച്ച് 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 ആ നിർഗുണാവസ്ഥയിലേക്ക് എത്തണം. നമ്മൾ ആരും സൂപ്പർ ഹ്യൂമൻസ് അല്ല. ഇത് വേദവ്യാസ മഹർഷിക്ക് അറിയാം. ഒട്ടും നീന്തൽ അറിയാത്തവനെ ആ കുളത്തിലേക്ക് കിട്ടാണ്ടാവുക, അവൻ താന്നു പോകും, ഉറപ്പാണ്. ആദ്യമായിട്ട് സൈക്കിൾ കാണുന്നവരെ സൈക്കിളിന്റെ മുകളിൽ കയറ്റി വിട്ടാലോ, മൂക്ക് കുത്തി വീഴും. അപ്പൊ സൈക്കിളിലൂടെ എങ്ങനെ പഠിക്കുക? കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ. പരിശീലനം പരിപൂർണതയിൽ എത്തിക്കും. ഇത് തന്നെയാണ് ഭക്തിയോഗം. നമുക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമ്മൾ കർമ്മങ്ങൾ നിരന്തരമായിട്ട് നമുക്ക് ചെയ്യണം. കർമ്മണ്യേവാധികാരസ്ഥേ, നമുക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആ കർമ്മങ്ങൾ ചെയ്ത് 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 മനഃശുദ്ധി വരണം. അങ്ങനെ സത്വരജസ്തമോ ഗുണങ്ങൾ മനസ്സിൽ നിന്ന് ഇല്ലാതാവണം. നല്ല നല്ല ഈ ദഹനക്കാരുടെ പാചകക്കാരുടെ കയ്യിൽ നിന്ന് കത്തി കൊണ്ടുണ്ടോ, അതിന്റെ കത്തിയുടെ അലക് റാന്ന് പോലെ ഉണ്ടാവും. കഷ്ണം കുറിച്ച് 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 തേഞ്ഞ് 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 പോകും. ഇതേപോലെ നമ്മുടെ ഉള്ളിലെ രസമോ ഗുണങ്ങൾ തേഞ്ഞ് 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 ഇല്ലാതാവണം. അങ്ങനെ ആ ത്രിഗുണങ്ങളുടെ നിരാസം വരുമ്പോഴാണ് നമ്മുടെ മനസ്സ് ശുദ്ധമാവുക. അപ്പോഴാണ് ആ നിർമോഹത്വം എന്ന അവസ്ഥയിലുണ്ടാവുക. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം. സംഘം വരുമ്പോഴാണ് നമുക്ക് മോഹം വരണേ, അല്ലേ? അതെനിക്ക് വേണം എന്ന് വരണം. അപ്പൊ നിസ്സംഗത്വം ആകുമ്പോ നിർമോഹത്വം, മോഹങ്ങളില്ല. അവിടെ ഫ്രസ്ട്രേഷൻ അല്ല, എനിക്ക് മോഹങ്ങളേ ഇല്ല. ഇതാണ് പ്രഹ്ലാദനും വൃത്രാസുരനും പറഞ്ഞു തന്നത്. മാമാ
പ്രലോഭിപ്പിക്കല്ലേ, എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. യോഗസിദ്ധിരവിടർഭവം വാ. ഒരു ഭക്തന്റെ ലക്ഷണം എന്താണെന്നുള്ളത് വൃത്രാസുരന്റെ കഥയിൽ പറയും. ഷഷ്ഠസ്കന്ധത്തിലെ 11-ാമത് അധ്യായത്തിൽ 4 ശ്ലോകങ്ങളിലായിട്ട് പറയും. വൃത്രഗീത എന്നാ പറയാം. അതില് വൃത്രാസുരൻ പറയുന്നതാണ് യോഗസിദ്ധി അപുനർഭവം വാ. മോക്ഷം പോലും വേണ്ട. നമ്മൾ ഭാഗവതം കേൾക്കുന്നത്, അമ്പലത്തിൽ വരുന്നത്, വഴിപാടുകൾ നടത്തുന്നത്, യജ്ഞങ്ങൾ നടത്തുന്നത്, വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത്, വേദം ജപിക്കുന്നത്, മന്ത്രം ജപിക്കുന്നത്, പുഷ്പാഞ്ജലി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥ ഭക്തൻ അതുപോലും വേണ്ടെന്ന് പറയും. എന്താ നിനക്ക് വേണ്ടത് എന്ന് ശങ്കരഗുരു ദേവൻ ചോദിച്ചാൽ ഒന്നും വേണ്ട. ഇത് പറയാറാവലാണ് ഭക്തി. നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടോ ഭക്തിയെ കുറിച്ച്? ക്ഷേത്രത്തിൽ വരിക, പ്രദക്ഷിണം വയ്ക്കുക, ഭസ്മം കുരുടുക, ചന്ദനക്കുരുടുക, കുങ്കുമപ്പൊട്ട് തൊടുക, നമശിവായ ജപിക്കുക, ശയനപ്രദർശനം നടത്തുക, ഇതൊക്കെ ബാഹ്യമായ പ്രകടനങ്ങളാണ്. യഥാർത്ഥമായുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ആ ഭഗവാനും താനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, ഏകീഭവിക്കൽ, ആ നിസ്സംഗത്വം എന്നുള്ള അവസ്ഥ. എനിക്കൊന്നിനോട് താല്പര്യമില്ല, എനിക്കൊന്നിനോട് മോഹമില്ല. നിർമോഹത്വേ നിശ്ചല തത്വം. ആ നിശ്ചല തത്വത്തിൽ ഉറയ്ക്കും. എന്താ നിശ്ചല തത്വം? അച്യുതമായിട്ട്, അവ്യയമായിട്ട്, അനന്തമായിട്ട്, നിത്യമായിട്ട് ആ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ആ നിശ്ചല തത്വത്തിൽ ഉറയ്ക്കുമ്പോൾ നിശ്ചല തത്വേ ജീവൻ മുക്തി. അപ്പൊ സജ്ജന സംസർഗത്തിന്റെ മഹാത്മ്യം നോക്കും. സജ്ജന സംസർഗത്തിന്റെ ഏറ്റവും വലിയ മഹാത്മ്യം നമുക്ക് അറിയാം. വൃന്ദാവനത്തിൽ പോയാൽ മതി. വൃന്ദാവനത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാം. വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാവരുടെ മുഖത്തു നിന്ന് ഒറ്റ വാക്യം വരുള്ളൂ, രാധേ 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 രാധേ. ശബരിമലയ്ക്ക് പോകുന്ന ആ ആൾക്കാരെ സ്വാമി എന്ന് വിളിക്കുന്നത് പോലെ അവിടെ സ്വാമി എന്നും മാളികപ്പുറത്തും വിളിക്കും. വൃന്ദാവനിൽ അതില്ല. ആണായാലും പെണ്ണായാലും വൃദ്ധനായാലും ബാലനായാലും പശുവായാലും പയ്യനായാലും രാധേ രാധേ എന്ന് വിളിക്കുന്നത്. അത് സന്തോഷം വന്നാലും സന്താപം വന്നാലും ക്രോധം വന്നാലും ഭയം വന്നാലും ഏത് വികാരം വന്നാലും രാധേ 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 രാധേ. അവിടെ ചെന്നാൽ നമ്മുടെ മുഖത്തൊന്നും രാധേ രാധ, അവിടെ ഗുഡ് മോർണിംഗ് ഇല്ല, സുപ്രഭാതം ഇല്ല, ഹരേ കൃഷ്ണ എന്ന് പോലും കേൾക്കില്ല. വൃന്ദാവനത്തിൽ ചെന്ന ഹരേ കൃഷ്ണ എന്നുള്ള ആ പദം കേൾക്കണമെങ്കിൽ ഇസ്കോണിന്റെ അമ്പലത്തിൽ ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ ഹരേ കൃഷ്ണ എന്ന് കേൾക്കണം. പുറത്തേക്ക് എവിടെ ഇറങ്ങിയാലും അവിടെ രാധാറാണിക്ക് ആ പ്രസക്തി. എല്ലാ രാധമാരാണ്. അതാണ് സംസ്കൃതത്തിന്റെ പ്രത്യേകത. ആ വൃന്ദാവനത്തിൽ നമ്മൾ ട്രെയിനിൽ കയറി തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പഴയ ശൈലിക്കായി സംസാര സാഹചര്യം വന്നു. ഇതാണ് വ്യത്യാസം. അപ്പൊ ഈ സജ്ജന സംസർഗമാണ് എന്നെ ഏറ്റവും കൂടുതൽ വശീകരിക്കുന്നത്. ഉദ്ധവ ന രോധയതി മാം യോഗോ ന സാഖ്യം ധർമ്മമേവച ന സ്വാധ്യായ തപസ്ത്യാഗോ നേഷ്ടാമൂർത്തം ദക്ഷിണ. ഇതൊന്നും എന്നെ സത്സംഗം പോലെ ബാധിക്കണില്ല. അതെന്താ കാരണം? സതാം പ്രസംഗാൽ, സജ്ജനങ്ങളുമായിട്ടുള്ള പ്രസംഗം കൊണ്ട്. പ്രസംഗം എന്ന് പറയുന്നത് മൈക്കിന്റെ മുമ്പിൽ ചെയ്യുന്ന അധരവ്യായാമം അല്ലാട്ടോ. പ്രസംഗം എന്ന് പറഞ്ഞാൽ പ്രകടിഷേണ സംഘം, നല്ലതായ ചർച്ച. സജ്ജനങ്ങളുമായിട്ട് നിരന്തരം പങ്കെടുക്കണം. വയസ്സുകാലത്തെങ്കിലും ഭാഗവതത്തിന്റെ മുമ്പിലേക്ക് വരിക. 50 വയസ്സ് കഴിഞ്ഞാലെങ്കിലും. ഇത് നമുക്ക് നമ്മുടെ മുതച്ഛനായ മനു കാണിച്ചു തന്നു. മനുവിന്റെ വംശത്തിൽ ജനിച്ചത് കൊണ്ടാണ് നമ്മളെ മനുജൻ എന്ന് വിളിക്കുന്നത്. മനുജൻ നമ്മൾ വിളിക്കുന്ന കാര്യം മനുവിന്റെ വംശത്തിൽ ജനിച്ചവരാണ്. ആ സ്വയംഭൂ മനു എന്ന നമ്മുടെ ആ ആദ്യ പുരുഷൻ മുതച്ഛൻ എങ്ങനെയാ ചെയ്തത്? അയാമയാമസ്യാസൻ, ഒരു സെക്കൻഡ് പോലും കളയാതെ ശൃണ്വതോ ധ്യായതോ വിഷ്ണു, ആ ഭഗവാന്റെ കഥകളെ കേട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ടാണ്. വാസുദേവ പ്രസംഗേന പരിഭൂതഗതിത്രയ, ഭഗവാന്റെ തന്നെ നാമങ്ങളെ ജപിച്ചുകൊണ്ട് സദാസമയത്തും
സദാസമയത്തും സദാസമയത്തും. ഇത് പറ്റുമോ നമുക്ക്? പറ്റും. പറ്റായ്മൊന്നുമില്ല. ഏത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലേ? പറ്റും. നമുക്ക് നമ്മൾ മെനക്കെടാറില്ല മാത്രമേ ഉള്ളൂ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കുമ്പോ ഉണ്ണിക്കണ്ണനെ പല്ല് തേപ്പിക്കുകയാണ് എന്നൊന്ന് സങ്കല്പിച്ചൂടെ? രാവിലെ കുളിക്കുമ്പോ ഉണ്ണിക്കണ്ണനെ കുളിപ്പിക്കുകയാണ് എന്ന് ചിന്തിച്ചൂടെ? ഉണ്ണിക്കണ്ണനെ കുളിപ്പിക്കുകയാണെന്ന്. നമ്മൾ വസ്ത്രം ധരിക്കുമ്പോ ഉണ്ണിക്കണ്ണനെ ഗുരുവായൂരപ്പനെ പട്ടുകോണൊക്കെ ഉടുപ്പിക്കുകയാണ്, പീതാംബരം ധരിപ്പിക്കുകയാണ്, സങ്കല്പിച്ചൂടെ? നമ്മളെ തലമുടി ചെയ്യുമ്പോ പീലി തിരുമുടി കെട്ടിയിട്ട് മൈപ്പീലി ചൂടിക്കുകയാണ്, സങ്കല്പിച്ചൂടെ? നമ്മൾ കണ്ണെഴുതുമ്പോ ഗുരുവായൂരപ്പനെ കണ്ണെഴുതിക്കുകയാണ് എന്ന് ചിന്തിച്ചൂടെ? എന്താ നമുക്ക് പറ്റാത്തെ? ഇത് ഏതെങ്കിലും ഒരു കാര്യം പറ്റാത്തതുണ്ടോ? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഇല്ലാതെ പറഞ്ഞോളൂ, ഞാൻ സമ്മതിക്കാം. നമുക്ക് പറ്റാത്തതുണ്ടോ? ഇല്ല, നമുക്ക് പറ്റുന്നതൊക്കെ. പക്ഷെ നമ്മൾ ചെയ്യാറില്ല. ബാത്റൂമിൽ കയറാൻ ഏതൊരു പാട്ട് പാടും. ബാത്റൂം സിംഗേഴ്സാണ് നമ്മളെല്ലാവരും. ബാത്റൂമിൽ വരെ പാട്ട് പാടാത്ത ആരുമില്ല. ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ എന്ന് പാടാൻ നല്ല കൃഷ്ണോ. നമ്മൾ വിചാരിക്കില്ല. എന്താ കാരണം? നമ്മുടെ ഉള്ളിൽ ഈ ത്രിഗുണങ്ങൾ കിടന്ന് കലങ്ങി മറിയുക. പച്ചേ ചൊപ്പം നീര്. അതൊക്കെ മാറ്റണം. അതിനാണ് വിവേകം, കോമൺ സെൻസ് എന്ന് പറഞ്ഞത് ഭഗവാൻ. മറ്റു ജീവികൾക്കില്ലാത്ത കോമൺ സെൻസ് ഞാൻ മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്. സമുദ്ധരന്തിക്കാത്മാനം ആത്മനേവ അശുഭാശയാൽ. അശുഭമായ വാസനകളിൽ നിന്ന് ശുഭമായ വാസനകളിലേക്ക് എത്താൻ ഞാൻ അവർക്ക് കോമൺ സെൻസ് കൊടുത്തിട്ടുണ്ട്. വാസന വിവിധ പ്രോക്ത ശുദ്ധ മലിന തഥ. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് ഈ രണ്ട് വാസനകൾ. ശുദ്ധമായ വാസനകളുണ്ട്, അശുദ്ധമായ വാസനകളുണ്ട്. അപ്പൊ എന്ത് വേണം? ആ അശുദ്ധമായ വാസനകളെ സത്സംഗത്തിലൂടെ നേടിയിട്ട് ഇല്ലാതാക്കണം. കാരണം സത്സംഗത്തിൽ നമ്മൾ ഭഗവാന്റെ കഥകൾ മാത്രമേ കേൾക്കുന്നുള്ളൂ, വേറെ ഒന്നും കേൾക്കുന്നില്ല. ഈ പ്രഭാഷണ സമയത്ത് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ എത്രയായാലും നിങ്ങൾ കേൾക്കുന്നത് ഭഗവാന്റെ കഥകൾ മാത്രമേ. അങ്ങനെ നിരന്തരമായിട്ട് നമ്മുടെ ശ്രോത്രപുടങ്ങളിലൂടെ ഈ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ പ്രവിഷ്ട കർണരന്ധ്രേണ സ്വാനാം ഭാവസരോരുഹം ധുനോതി ശമലം കൃഷ്ണ സരളസ്യ യഥാശരം. ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളാകുന്ന വൈഖരി നിരന്തരം ചെവികളോട് ചെല്ലുമ്പോൾ കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനോമാലിന്യങ്ങളെല്ലാം അകലും, മനസ്സ് ശുദ്ധമാവും. കാരണം നമ്മൾ കേൾക്കുന്നത് മുഴുവൻ ഭഗവാന്റെ കഥകളാണ്, ശ്രേയസ്സിലേക്കുള്ള കഥകളാണ്, നിത്യമായ ആനന്ദത്തിലേക്കുള്ള കഥകളാണ്. അപ്പൊ അങ്ങനെ നിരന്തരം കേട്ടു കഴിഞ്ഞാൽ ആ സത്സംഗത്തിലൂടെ നമുക്ക് മുക്തി ഉണ്ടാവും. സത്സംഗത്തിലൂടെ നമുക്ക് ഭക്തി ഉണ്ടാവും. ഭക്തി തന്നെ മുക്തിയാവും. വേദാധികാരമില്ലാത്തൊരു ശൂദ്രബാലകൻ നാരദനായി. എങ്ങനെ? നാമം കുറിച്ചിട്ട്. രസകരമായൊരു കഥ ആചാര്യന്മാര് പറയാറുണ്ട്. ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുത്ത് നിന്ന് നാരദ മഹർഷി ചോദിച്ചു പറയും, സത്സംഗത്തിന്റെ മഹിമ എന്താ? എന്താ ഭഗവാനെ സത്സംഗത്തിന്റെ മഹിമ? അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, ഞാനിപ്പോ അതിനെന്താ ഉത്തരം പറയാം നാരദ. ഒരു കാര്യം ചെയ്യും, ഭൂമിയിൽ കാഞ്ചി നഗരത്തിൽ ഒരു പുഴു ജനിച്ചിട്ടുണ്ട്, അതുകൂടെ ചെന്ന് ചോദിക്കൂ. നാരദന്റെ നെറ്റി ചോദിച്ചു. ഭഗവാൻ അറിയാത്ത കാര്യം പുഴുവിനോട് ചെന്ന് ചോദിച്ചു. വേഗം കാഞ്ചി നഗരത്തിലെത്തി. അവിടെ പുഴുവിനെ കണ്ടു. എന്താ സത്സംഗത്തിന്റെ മഹിമ? പുഴു തലയിൽ പൊക്കി ഒഴുക്കി പെടഞ്ഞ് അത് ചത്തു. നാരദന് വലിയ സങ്കടമായി. എന്നെ കണ്ടപ്പോഴേക്കും ചത്തോ? ഇത്ര വലിയ മഹാഭാഗ്യം. വേഗം ഭഗവാൻ എടുത്ത് ചെന്നു. ഭഗവാനെ, ഞാൻ ഇതാ ചോദിച്ചത്. അപ്പോ ആ പുഴു തലയിൽ ഉയർത്തി ചത്തുപോയി. എന്നൊരു കാര്യം ചെയ്യും. കാശി നഗരത്തില് ഇപ്പോ ഒരു പ്രാവ് ജനിച്ചിട്ടുണ്ട്, ഒരു പ്രാവ് പിന്നു. അതൊന്നും ചോദിക്കും. നാരദൻ വീണ്ടും കാശി നഗരത്തിലെത്തി. ആ കാശി നഗരത്തിൽ വരുമ്പോൾ മാണപ്രാവോട് ചോദിച്ചു, എന്താ സത്സംഗത്തിന്റെ മഹിമ? മൂളി അത് പടച്ചു കൊണ്ട് വെച്ചാണ് കടിച്ചത്. ഇത്ര
രാവണേലും പോയി ചാവുക. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, വിദേഹനഗരത്തിൽ ഒരു പശുക്കുട്ടി നിൽക്കുന്നു, അതിനോട് ചോദിച്ചു. നാരദൻ വീണ്ടും വിദേഹനഗരത്തിൽ ചെന്നു. ഇവിടെ പശുക്കുട്ടി നിൽക്കുന്നുണ്ട്. പശുക്കുട്ടി സത്സംഗത്തിന്റെ മഹിമ എന്താ? അതിപ്പേ പറഞ്ഞ് കൈ കാലം കടിച്ച് അവിടെ വെച്ച് തോന്നുന്നു. നാരദൻ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ആ ഭഗവാന്റെ അടുത്തത്, ഭഗവാനെ അടിയനെ ഇങ്ങനെ പരീക്ഷിക്കണോ? ഈ സജ്ജന സംസർഗം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പോയിട്ട് എന്നെ കാണുന്നത് മുഴുവൻ മരിക്കുക. എന്താണ് കാര്യം ചെയ്യുക? അങ്ങ് ശ്രേഷ്ഠമായിരിക്കുന്ന അയോധ്യ നഗരത്തിൽ ചെല്ലും. അവിടെ രാമജന്മഭൂമിയാണല്ലോ, അവിടെ ചെല്ലും. അവിടെ ഒരു മനുഷ്യക്കുട്ടി ജനിച്ചിട്ടുണ്ട്. ഇനി അതിനെ കൊല്ലിക്കാനാണോ ഭഗവാനെ എന്നെ കൂടെ പറഞ്ഞു വിടണേ എന്ന് ചോദിച്ചു. നാരദ ചെല്ലു. നാരദ കൈയോടെ ചെന്നു. ആ മനുഷ്യക്കുട്ടി മരത്തിൽ കിടക്കുക. അപ്പൊ ജനിച്ചിട്ടേ ഉള്ളൂ, നവജാത ശിശുവാണ്. കുട്ടി സത്സംഗത്തിന്റെ മഹിമ എന്താ ചോദിച്ചു. ആ കുട്ടി എഴുന്നേറ്റിരിക്കും. നാരദ മഹർഷേ, അപ്പൊ ജനിച്ച കുട്ടിയെ സംസാരിക്കണമെന്ന് ആലോചിച്ചു. അങ്ങേക്ക് സത്സംഗത്തിന്റെ മഹിമ എന്താണെന്നറിയണം അല്ലേ? പണ്ട് ആദ്യത്തെ ഞാൻ ഒരു പുഴുവായിരുന്നു, വൃത്തികെട്ട ഒരു കൃമികീടം, എല്ലാവർക്കും ദേഷ്യം തോന്നുന്ന ഒരു കൃമികീടം, എല്ലാവരും ചവിട്ടി അരയ്ക്കുന്ന, തൊട്ടാൽ ചൊറിയുന്ന ഒരു പുഴു. അങ്ങേ കണ്ടപ്പോ അങ്ങ് എന്ത് പറഞ്ഞാ വന്നേ? ഹരേ നാരായണ. നാരായണ മന്ത്രം ജപിച്ചുകൊണ്ടാ. ആ നാരായണ മന്ത്രം കേട്ടപ്പോ എന്റെ പ്രാരബ്ധം തീർന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ശരീരം ഉപേക്ഷിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമതൊരു മാടപ്രാവായി. മാടപ്രാവായപ്പോ അങ്ങ് വീണ്ടും എൻ്റെ അടുത്ത് വന്നു. അങ്ങ് ഗോവിന്ദ രാമകൃഷ്ണ നാരായണ എന്ന് പറഞ്ഞപ്പോ ഞാൻ മൂളിയിൽ കേട്ടത് ഹരേ എന്നാ ഞാൻ വിളിച്ച്, കൃഷ്ണ എന്നാ ഞാൻ വിളിച്ച്. അപ്പൊ എന്റെ പ്രാർത്ഥന കഴിഞ്ഞു, ഞാൻ ആ ശരീരം രക്ഷിച്ചു. അത് കഴിഞ്ഞ് അങ്ങ് വിദേഹനഗരത്തിൽ പോയിട്ട് പശുക്കുട്ടിയായില്ലേ? പശുക്കുട്ടിയോട് ചോദിച്ചിട്ട് എന്താ പറഞ്ഞേ? ഇമ്മേലും കേട്ടോ, ഹരേ എന്നാ ഞാൻ പറഞ്ഞു. ഹരി അക്ഷരദ്വയം ബദ്ധ പരികരണേന മോക്ഷായ ഗമനം പ്രതി. യാതൊരുത്തന്റെ വാമന്മേലാണോ ഹരേ എന്നുള്ള നാമം ഉച്ചരിക്കപ്പെടുന്നത്, അവന്റെ സകല പാപങ്ങളും ഇല്ലാതാകുന്നു. ഹരേ നമ ഇത്യുച്ചേർമുച്യതേ സർവതോഭയ. 12-ാമത്തെ സ്കന്ധത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കേൾക്കണം. അപ്പൊ എന്റെ കർമ്മപ്രാരബ്ധം കഴിഞ്ഞു. ഇതല്ലോ ശ്രേഷ്ഠമായ മനുഷ്യ ശരീരം കിട്ടി. അപ്പോ അങ്ങാകുന്ന സജ്ജനത്തിന്റെ സാന്നിധ്യത്തില് ഹരിനാമ കീർത്തനം കേട്ടത് കൊണ്ട് ഈ 4 ജന്മത്തിലെയും പ്രാരബ്ധം ചേർന്ന ശ്രേഷ്ഠമായ മനുഷ്യരിലേക്ക് കിട്ടി. സത്സംഗത്തിന് ഇതിന് വലിയ തെളിവ് അങ്ങേക്ക് വേണോ? നാരദനൊക്കെ നമസ്കരിച്ചു ഭഗവാൻ. ഇപ്പൊ എനിക്ക് മനസ്സിലായി സജ്ജന സംസർഗത്തിന്റെ മഹാത്മ്യമാണ്. അതാ ഭഗവാൻ പറഞ്ഞു, നരോഭേതി മാം യോഗോ നിസാഖ്യം ധർമ്മമേവച. കാരണം സത്സംഗത്തിന്റെ നമുക്ക് ഭക്തി കിട്ടുള്ളൂ, വേറെ ഒരു സ്ഥലത്ത് കിട്ടില്ല. 500 നോട്ട് കിട്ടിയത് കൊണ്ട് നടന്നിട്ടോ, സ്വർണ്ണം കിട്ടിക്കൊണ്ട് വ്യാപാരം നടത്തിയിട്ടോ, ആനയത്തി കളവ് നടത്തിയിട്ടൊന്നും നമുക്ക് ഭക്തി കിട്ടില്ല. ഭൂര്യഭി അഭക്തോപഹൃതം നമേ ദോഷായ കൽപ്പതേ. ഭഗവാൻ പറയുന്നു, എന്റെ തന്റെ കേമത്തെ കാണിക്കാനായിട്ട് എന്ത് വഴിപാട് കഴിച്ചിട്ട് എനിക്ക് തൃപ്തിയൊന്നാവില്ല. ഗുരുവായൂർ അമ്പലത്തില് പണ്ട് ഒരു പ്രഭു ആനയത്തി കളവ് നടത്തിയപ്പോ കേമായിട്ട് എല്ലാവരും കേമായി കേമായി എന്ന് പറഞ്ഞു. അന്ന് രാത്രി ഗുരുവായൂർ അമ്പലത്തിലെ മേൽശാന്തിക്ക് സ്വപ്നം കണ്ടു, എനിക്ക് തീരെ ഇഷ്ടമായില്ല. ആനയ്ക്ക് കളവ് നടത്തി എനിക്ക് സന്തോഷമില്ല. ഗുരുവായൂർ അമ്പലത്തിൽ 60-70 ആനകളുണ്ട്. ആനപ്രിയനാ ഭഗവാൻ. പക്ഷെ അവർക്ക് കാര്യമില്ല, എനിക്ക് തീരെ ഇഷ്ടമായില്ല. എന്താ കാരണം? കാലത്ത് എന്റെ ഭക്തയായ ഒരു വൃദ്ധ ഒരു കുന്നിക്കുരു കൊണ്ട് വച്ചിരുന്നു. ഈ ആന കഴിയുന്ന ആ കുന്നിക്കുരുമയാണ്. ആ കുന്നിക്കുരു ചതഞ്ഞുപോയി. ആ സ്ത്രീക്ക് അതേ തരാനുള്ളൂ. വീടിലെ വണ്ടിയിലുണ്ടായ കുന്നിക്കുരു അവിടെ കൊണ്ട വച്ചേ. ആ കുന്നിക്കുരുവാണ് എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ പ്രഭു ഇതിനാ തന്റെ കേമത്തെ കാണിക്കാനാ. ഭൂയഭി അഭക്തോപഹൃതം നമേ ദോഷായ കൽപ്പതേ. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തിയാ പ്രയച്ഛതി. അപ്പോൾ ആ ഭക്തിയാണ് സത്സംഗത്തിലൂടെ നമുക്ക് ലഭിക്കാനുള്ളത്. അതുകൊണ്ടാണ് സത്സംഗമാണ് എന്നെ ഏറ്റവും കൂടുതൽ വശീകരിക്കുന്നത്. ഭഗവാനോട് പൃഥു പറഞ്ഞത് അങ്ങനെയാണ്, മഹത്തമന്തർഹൃദയമുഖച്യുതോ വിധൽസ്വ കർണായുധമേഷമേവര. ഭഗവാന്റെ കഥകൾ പറയുന്നതായ സജ്ജനങ്ങളുടെ മുഖത്ത് നിന്ന് അനവരതം ഒഴുകി വരുന്ന അവിടുത്തെ നാമസങ്കീർത്തനങ്ങൾ കേൾക്കാൻ സാധിക്കണേ എന്നാണ്. നമ്മൾ തൃക്കവരുത്ത ദേവനോട് തൃക്കളവെട്ട് പറഞ്ഞ ദേവനോട് പ്രാർത്ഥിക്കേണ്ട ഇത് തന്നെയാണ്. എന്താ? വാണി ഗുണാനുകഥനെ
നമുക്ക് തന്നേക്കുന്നത് ഭഗവാന്റെ കീർത്തനങ്ങൾ പാടാനാ. നമ്മൾ രാത്രി എണീറ്റിട്ട് രാത്രി കിടക്കുന്നത് വരെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ, നമ്മൾ പറഞ്ഞത് മുഴുവൻ ഭഗവാനെ കുറിച്ചിട്ടാണോ അല്ലാത്തതാണോ? ഭഗവാനെ കുറിച്ചിട്ടാണെങ്കിൽ നമ്മൾ സത്തുക്കളാണ്, അല്ലെങ്കിലോ നമ്മൾ അസത്തുക്കളാണ്. അപ്പൊ നാവ് തന്നിരിക്കുന്നത് ഭഗവാനെ കുറിച്ച് പറയാനാണ്, നല്ലത് പറയാനാണ്, സുഭാഷിതം പറയാനാണ്. ഭദ്രവാക്യപ്രധാനേന സർവേ തുഷ്യന്തി ജന്മവ. എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്നത് എന്താ? ഭഗവാന്റെ കഥകൾ പറയുമ്പോഴാണ്. മിഥോരതി മിഥതുഷ്ടി. ഭഗവാന്റെ കഥകൾ പറയുമ്പോൾ പറയണ ആൾക്കും സന്തോഷം, കേൾക്കുന്ന ആൾക്കും സന്തോഷം. ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ബോറടിച്ചു തോന്നും, ഉറപ്പാണ്. അതുകൊണ്ടല്ലേ ഏത് സപ്താഹ വേദികളിലും ആൾക്കാരെ എണ്ണം കൂടിക്കൂടി വരുന്നത്. 100 സപ്താഹം കേൾക്കാനും 101ാമത്തെ സപ്താഹം കേൾക്കാൻ പോകും. കഥകൾക്ക് മാറ്റില്ല, ശ്ലോകങ്ങൾക്ക് മാറ്റില്ല. ആചാര്യന്മാർ മാറുന്നു, അവരെ ശൈലി മാറണമെന്നല്ലേ ഉള്ളൂ. ഇതാണ് സത്സംഗത്തിന്റെ പ്രത്യേകത. ആ സത്സംഗത്തിലൂടെയാണ് ഭക്തി. സത്സംഗലബ്ധയാ ഭക്തിയാ. ഭഗവാൻ പറയുന്നു, ഭാഗവതം എന്നുള്ളത് മോക്ഷശാസ്ത്രം തന്നെയാണ്, ഭക്തിശാസ്ത്രം തന്നെയാണ്. അത് ഏറ്റവും നല്ല ഉദാഹരണം വേദവ്യാസ മഹർഷിക്ക് ശ്രീനാരദ മഹർഷി ഉപദേശിച്ചു കൊടുത്തു. അങ്ങ് വേദങ്ങൾ രചിച്ചു, ഉപനിഷത്തുക്കൾ എഴുതി, പഞ്ചമവേദം എന്നൊരു മഹാഭാരതം എഴുതി. പക്ഷെ അതിലൊന്നും തഥാ വാസുദേവസ്യ മഹിമാഹി അനുവർണ്ണിത. വാസുദേവന്റെ മഹിമ വർണ്ണിച്ചില്ല. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ. ഈ വിശ്വത്തിന്റെ ഉൽപ്പത്തി, സ്ഥിതി, ലയത്തിന് കാരണമായിരിക്കുന്ന വാസുദേവന്റെ മഹിമയെ അങ്ങ് വർണ്ണിച്ചില്ല. നൈഷ്കർമ്യമപ്യച്യുതഭാവവർജിതം ന ശോഭത്തെ ജ്ഞാനമലം നിരഞ്ജനം. ഭഗവാന്റെ കഥകൾ വർണ്ണിക്കാത്തതായ ഒരു ഗ്രന്ഥം എത്ര കേമാണെന്ന് പറഞ്ഞാലും നോബഡി കെയർസ്, ആരും ശ്രദ്ധിക്കില്ല. ഒരു തവണ ഞാൻ വായിക്കാതെ അത് മടക്കി വെച്ചു. അപ്പോൾ ആ ഭക്തി സാന്ദ്രമായിരിക്കുന്ന, ഭക്തി നിറഞ്ഞു തുളുമ്പുന്ന ഒരു ഗ്രന്ഥം രചിക്കൂ. എന്നാൽ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ. സജ്ജനങ്ങള് അതിനെ കേൾക്കും, കീർത്തിക്കും, അനുസ്മരിക്കും, അത് പ്രാവർത്തികമാകും. അപ്പോൾ ആ ഭക്തിയാണ് എല്ലാത്തിനും പ്രധാനമായിട്ടുള്ള. ഏതസ്മാദമരം കിഞ്ചിൽ മനഃശുദ്ധി ന വിദ്യതേ. മനസ്സിന്റെ ശുദ്ധിക്ക് ഇതിലും വലിയതായിട്ടുള്ള ഒരു മാർഗം ഇല്ല. കാരണം മറ്റേത് കാര്യങ്ങൾ വന്നാലും മനസ്സിന് അശുദ്ധി വരും, അഹങ്കാരം വരും. ഭക്തി വന്നു കഴിഞ്ഞാൽ എന്താ ഭക്തി? ഇനി അതാ നമ്മൾ ചിന്തിക്കണ്ടേ, എന്താ ഭക്തി? അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ പറയാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. എന്താ ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനോടുള്ള ആസക്തി ഭക്തി എന്ന് പറയാം ഒറ്റ വാക്കുകൾ. ഭഗവാനോടുള്ള ഭ എന്നാണ് തുടക്കം, ആസക്തി കൃതി എന്നാണ് അവസാനം. ഭഗവാനോടുള്ള ആസക്തി ഭക്തി. ആ രണ്ട് വാക്കിന്റെ ആദ്യത്തെ അവസാനത്തെ അക്ഷരങ്ങൾ എടുത്താൽ മതി. ഭഗവാനാണ് എല്ലാം. ഈ കാണുന്ന സ്ഥൂല രൂപത്തിൽ കാണപ്പെടുന്ന പ്രപഞ്ചവും സൂക്ഷ്മരൂപത്തിൽ അതിനകത്തിരിക്കുന്ന എല്ലാ ചൈതന്യവും ഭഗവാനാണ്. അണോരണീയാൻ മഹതോ മഹീയാൻ എന്ന് ഉപനിഷത്ത് പറഞ്ഞ പോലെ അണു ബൃഹത് ഋഷ സ്ഥൂലം ഗുണഭൃ നിർഗുണോ മഹാൻ. ഇത് ഭഗവാനാണ്. അകത്തും പുറത്തും സ്ഥൂലവും സൂക്ഷ്മവും ആയിരിക്കുന്നതെല്ലാം ഈശ്വരനാണ്. എല്ലാം ഈശ്വരനാണ്. ഇതാണ് സർവഭൂതേഷു യഃ പശ്യേത് ഭഗവൻ ഭാവമാത്മന. ഇതാണ് ഭക്തന്റെ ലക്ഷണം. നിമി നവയോഗ്യ സമാജത്തിൽ പറഞ്ഞത്. സകല ചരാചരങ്ങളിലും ഭഗവാൻ അന്തര്യാമിയായിട്ടിരിക്കുന്നു. കാണുന്ന രൂപത്തിലും കാണാത്ത രൂപത്തിലും. ആൺമാകയിലും തമ്പ്രാക്കളിലുണ്ട്, അയ്യൻ പുലയിലുണ്ട്, ആദിത്യനിലുണ്ട്, അണുവിലുമുണ്ട് എന്ന് മഹാകവി ഉള്ളൊരു പാടിയതുപോലെ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ മനസ്സ് ആണ് ഏറ്റവും പ്രയാസം. നമ്മുടെ ശരീരത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതായ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണ്? മനസ്സാണ്. ആ മനസ്സ് ഇപ്പൊ കണ്ണാണെങ്കിൽ നമുക്ക് കണ്ണടയ്ക്കാം, നാവാണെങ്കിൽ
വാണെങ്കിൽ വായടക്കാം, ചെവിയാണെങ്കിൽ വിരലെങ്കിലും തരിക. നമ്മുടെ മനസ്സെത്തി. ഏതെങ്കിലും ഒരു ഡോക്ടർ കണ്ടിട്ടുണ്ടോ ഈ മനസ്സ് എന്ന് പറഞ്ഞ ഉപകരണത്തിനെ, മനസ്സ് എന്ന അവയവത്തിനെ, മനസ്സിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാരില്ലേ? കണ്ണ്, ചെവി, മൂക്ക്, നാവ്, ത്വക്ക്, ഒരു ശാസ്ത്രഗ്രന്ഥവും ഇന്നോളം കണ്ടില്ല മനമെന്ന പ്രതിഭാസം പൂർണ്ണമായി എന്ന് പണ്ടൊരു സിനിമാ പാട്ട് പറഞ്ഞതുപോലെ മനസ്സിനെ കണ്ടിട്ടില്ല ആരും. അപ്പൊ അതിനെ നിയന്ത്രിക്കാൻ വലിയ വിഷമാണ്. ആ മനോനിയന്ത്രണത്തിനാണ് പരോഹി യോഗോ മനസ്സമാധി. ഭിക്ഷുഗീതയിൽ പറയും പരമമായ യോഗം എന്ന് പറയുന്നത് എന്താ? മനസ്സമാധാനമാണ്. മനസ്സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ? മനഃശാന്തി എന്ന് പറഞ്ഞാൽ എന്താ? വികാരരഹിതമായ അവസ്ഥ, നിർവികാരമായ അവസ്ഥ. ഈ നിർവികാരമായ അവസ്ഥയ്ക്കാണ് യോഗം എന്ന് പറയുന്നത്. അതാണ് നിരോധം. ദശമസ്കന്ധത്തിന്റെ ലക്ഷണം നിരോധം. നിരോധസ്തു ലോകവേദ വ്യാപാരന്യാസ എന്നാണ് പറയുക. ലോകത്തിലുള്ള സകല വ്യാപാരങ്ങളെയും നിർത്തിച്ച് സകല ഇന്ദ്രിയങ്ങളും ഭഗവാനിലേക്ക്, ഉള്ളിലേക്ക് വലിക്കുക, ആമ വലിക്കുന്നത് പോലെ. അതാണ് യഥാർത്ഥത്തില് ഭക്തി എന്ന് പറയാം. സകല ചരാചരങ്ങളിലും ഭഗവാനുണ്ട് എന്ന തത്വം. അപ്പൊ എല്ലാത്തിലും ഈശ്വരനുണ്ട് എന്ന സമദൃഷ്ടി, അതാണ് യഥാർത്ഥത്തില് ഭക്തി എന്ന് പറയാം. ഭഗവാനോടുള്ള ആസക്തി. നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കണം, അല്ലേ? ഒന്നും ചിന്തിക്കാണ്ടിരിക്കാൻ പറ്റുമോ? നമ്മൾ ചിന്തിക്കാത്ത അവസ്ഥ സുഷുപ്തിയിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് 3 അവസ്ഥകളാണല്ലോ ബുദ്ധിയുടെ. ഒന്ന് ജാഗ്രത, ഉണർന്നിരിക്കുന്ന അവസ്ഥ. രണ്ടാമത്തേത് സ്വപ്നം. മൂന്നാമത്തേത് സുഷുപ്തി. ഈ സുഷുപ്തിയിൽ മാത്രമേ, ഗാഠനിദ്രയിൽ മാത്രമേ നമ്മൾ ഒന്നും അറിയാത്തതുള്ളൂ. മറ്റു 2 അവസ്ഥയിൽ ജാഗ്രതയിലും മനസ്സുണ്ട്, സ്വപ്നത്തിലും മനസ്സുണ്ട്. അപ്പൊ പ്രപഞ്ചം ഉണ്ടാവും. ഈ 2 അവസ്ഥകൾക്കും അപ്പുറത്താണ് സുഷുപ്തി എന്ന് പറയുന്നത്. ആ സുഷുപ്തിയിൽ മനസ്സ് നിഗ്രഹിക്കപ്പെടുന്നു, മനസ്സ് ശാന്തമാവുന്നു, മനസ്സ് അടങ്ങുന്നു. അതാണ് പരോഹി യോഗോ മനസ്സമാധി എന്ന് പറഞ്ഞത്. നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കണം, അത് നിർബന്ധമാണ്. നമ്മുടെ എല്ലാവരുടെ മനസ്സിനും അതെ, എന്തെങ്കിലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ആ ചിന്തിക്കുന്നത് ഭഗവാനെയാണെങ്കിലും അതാണ് ഭക്തി എന്ന് പറയുക. നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം, നമ്മുടെ മനസ്സ് സ്വസ്ഥമാവില്ല. അത് എങ്ങനെയാ സാധിക്കുക? മനസ്സ് ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കാൻ. നമ്മുടെ മനസ്സ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ നിരന്തരമായ സാധന കൊണ്ട് നമുക്ക് സാധിക്കും. അതിന് ഏറ്റവും നല്ലതാണ് നാമജപം. അപ്പൊ ഈ നാമജപം എന്ന് പറയുമ്പോ നമ്മുടെ എത്ര ഇന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യുന്നറിയോ? നമ്മുടെ നാവ് പ്രവർത്തിക്കും, ചെവി പ്രവർത്തിക്കും, മനസ്സ് പ്രവർത്തിക്കും. ഭഗവാന്റെ നേരെ നോക്കുകയാണെങ്കിൽ കണ്ണും പ്രവർത്തിക്കും. കണ്ണട ജീവിക്കുകയാണെങ്കിൽ ആ വിഗ്രഹം ഉള്ളിൽ വരും. അതാണ് കലൗതന്റെ ഹരികീർത്തനാൽ എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഓരോ കർമ്മങ്ങള് പറഞ്ഞിരിക്കുന്നത് ഭക്തിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം. ആ ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളെ ജപിക്കുക എന്നുള്ളതാണ് കലിയുഗത്തില് ഭക്തി ഉണ്ടാവാൻ ഏറ്റവും എളുപ്പമായ മാർഗം, നാമം ജപിക്കല്. അപ്പോൾ ആ നാമം ജപിക്കുമ്പോൾ നമ്മുടെ സകല ഇന്ദ്രിയങ്ങളും അന്തർമുഖങ്ങളായി തീരും. ബഹിർമുഖങ്ങളായിരിക്കുന്ന ആ ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കാൻ പറ്റും. അങ്ങനെ അന്തർമുഖമാക്കുമ്പോൾ നമ്മൾ ആസ്വദിക്കുന്നത് ഭഗവാനെയാവും. അപ്പോൾ ഈ നമ്മുടെ മനസ്സ് എപ്പോഴും ബഹിർമുഖങ്ങളാവുമ്പോൾ, ഇന്ദ്രിയങ്ങളിൽ കൂടി ബഹിർമുഖങ്ങളാവുമ്പോൾ നമുക്ക് അഹം മമതാബോധങ്ങൾ വരും. അഹം മമതാബോധങ്ങൾ വരുമ്പോൾ നമുക്ക് ടെൻഷൻ വരും. ടെൻഷൻ ഒഴിഞ്ഞിട്ട് നമുക്ക് നേരില്ല.
എന്താ ടെൻഷൻ? ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെടുമോ എന്ന പേടി. അതിന് ഭർതൃഹരി പറഞ്ഞത് ഭയം എന്നാണ്. ടെൻഷൻ എന്ന് നമ്മൾ പറയുന്നു, ഭയം എന്ന് ഭർതൃഹരി പറഞ്ഞു. ഭോഗേ രോഗഭയം, കുലേ ചുതിഭയം, വിത്തേ നൃപാലാൽ ഭയം. നമുക്ക് എപ്പോഴും ഭയം ഭയം ഭയം, ടെൻഷൻ ഒന്നിന് നേരില്ല. ഒടുക്ക ഭർതൃഹരി പറഞ്ഞു വൈരാഗ്യമേവ അഭയം. അഭയം എന്ന് പറഞ്ഞാൽ എന്താ? ഭയമില്ലാത്ത അവസ്ഥ. അതെങ്ങനെ വരും? വൈരാഗ്യം കൊണ്ട്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിഗതമായ രാഗം, ഡിറ്റാച്ച്മെന്റ് എന്നർത്ഥം. മമത, നിരാസം എന്നർത്ഥം. ഡിറ്റാച്ച്മെന്റ് കൊണ്ട് ഏത് പറ്റൂ? അപ്പോൾ സകല ഭയത്തിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും ഭഗവാനെ ഉപാസിച്ചാൽ. ഭയത്തിൽ നിന്നുള്ള മുക്തി, അതാണ് ഭക്തി. ആ രണ്ട് വാക്കിന്റെ ആദ്യത്തെ അവസാനത്തെ നോക്കിക്കോളൂ. ഭയത്തിൽ നിന്നുള്ള ഭ എന്നുള്ളത് മുക്തി, കൃതി എന്ന അവസാനം. ഭയത്തിൽ നിന്നുള്ള മുക്തി ഭക്തി. എല്ലാം ഭഗവാനാണ് എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിയുണ്ടാവും. വായുമഗ്നിം സലിലം മഹിംസ ജ്യോതിംഷി സത്വന് ദിശാദ്രുമാദീം സരിൽ സമുദ്രാംശ ഹരേ ശരീരം യജ്ഞഭൂതം പ്രണമേതനന്യ. ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന ബോധം വന്നാൽ പിന്നെ എങ്ങനെ ഭയം ഉണ്ടാവണം? അതാണ് അഭയം ആയ അവസ്ഥ. വൈരാഗ്യമേവ അഭയം. അപ്പൊ ഭയത്തിൽ നിന്നുള്ള മുക്തി, അതാണ് ഭക്തി. ഭഗവാനോടുള്ള ആസക്തി, അതാണ് ഭക്തി. രണ്ട് കാര്യം. ഭഗവാനോടുള്ള ഭക്തി, ഭഗവാനോടുള്ള ആസക്തി, ഭക്തി. ഭഗവാനോട് ആസക്തി വന്നാൽ ഭയത്തിൽ നിന്ന് മുക്തിയായി. എൻ്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ശൃംഗപുരദേവര് അല്ലെങ്കിൽ തൃക്കടദേവര് അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ യോഗ്യകുളത്തപ്പൻ എന്നെ രക്ഷിച്ചോളും എന്ന് സ്ഥിരതര മനസ്സ ഉറച്ചു കഴിഞ്ഞാൽ സ്ഥലയിൽ പതേരിക മറന്നു വീഴുക. ഇതാണ്. അപ്പൊ ഭക്തി എന്ന് പറഞ്ഞാല് ഭഗവാനോടുള്ള ആസക്തിയാണ്. നമ്മുടെ മനസ്സിൽ നിരന്തരം ഭഗവത് സ്മരണ. നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ നടക്കുമ്പോ, ഇരിക്കുമ്പോ, കുളിക്കുമ്പോ, തലമുടി ചെയ്യുമ്പോ, വസ്ത്രം ധരിക്കുമ്പോ ഒക്കെ ഭഗവാനെ കുറിച്ച് ചിന്തിച്ചാൽ എന്താ കുഴപ്പം? നമ്മൾ സന്മനസ് കാണിക്കുന്നതേ ഉള്ളൂ. 10 പൈസ ചെലവുണ്ടോ? നമ്മൾ ഷർട്ട് ഇടുമ്പോ, പാൻസ് ഇടുമ്പോ, ചുരിദാർ ഇടുമ്പോ, തലമുടി ചെയ്യുമ്പോ ഇതൊക്കെ ഭഗവാനെയാണ് ചെയ്യിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കാൻ വല്ല വിഷമമുണ്ടോ? ആരോടെങ്കിലും ചോദിക്കണോ? 10 പൈസ ചെലവുണ്ടോ? ഒന്നുമില്ല. ഇതാണ് ഭക്തി എന്ന് പറയുക. ഭക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഭക്തിക്ക് അധികാരിഭേദമില്ല. ഇന്ന ആൾക്കേ ഭക്തി ഉണ്ടാകാവൂ, അങ്ങനെ നിയമമൊന്നുമില്ല. കാശുകാരനെ ഭക്തി ഉണ്ടാകാവൂ, ബ്രാഹ്മണനെ ഭക്തി ഉണ്ടാകാവൂ, ചണ്ടാളന് ഭക്തി ഉണ്ടാവാൻ പാടില്ല, കൊച്ചുകുട്ടിക്ക് ഭക്തി ഉണ്ടാവാൻ പാടില്ല. ഒരു നിയമമില്ല. ഭക്തി ആർക്കും ഉണ്ടാവും. ഭക്തിക്ക് അധികാരി ഭേദമില്ല. പ്രഹ്ലാദൻ പറയും, ഒരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ 12 ഗുണങ്ങൾ വേണമെന്ന. വിപ്രാഗ് ഷഡ്ഗുണയുഗാൽ അരവിന്ദനാഭ പാദാരവിന്ദ വിമുഖാൽ ശുഭജം വരിഷ്ഠന്ന. 12 ഗുണങ്ങളുള്ള ബ്രാഹ്മണനാണെങ്കിലും അവൻ ഭഗവാനെ ഉപാസിക്കുന്നില്ലെങ്കിൽ അവനേക്കാളും ഭേദം നായയുടെ ഇറച്ചി തിന്നുന്ന ചണ്ടാളനാണ്. ബ്രാഹ്മണാണെന്നുള്ള കാര്യമൊന്നുമില്ല. അവൻ ഭഗവാനെ ഉപാസിക്കുന്നില്ലെങ്കിൽ അവനേക്കാളും ഭേദം ഭഗവാനെ ഉപാസിക്കുന്ന ചണ്ടാളനാണ്. അപ്പൊ ഭക്തിക്ക് അധികാരി ഭേദമില്ല. അപ്പൊ ഏത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് ഭഗവാനെ അനുസ്മരിക്കാം. പറ്റായൊന്നുമില്ല. നമ്മൾ മനസ്സ് വയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഗോപികമാര് ഒരു ശ്ലോകം പറഞ്ഞു. ഏറ്റവും ശ്രേഷ്ഠമായിട്ടൊരു ശ്ലോകം. കുചേലവട്ടം കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൽ യോഗേശ്വരർ കൃതിവിചിന്യ ബോധയ്യ സംസാരൂപമതിനോത്തരണാവലംബം ഗേഹം ജുഷാമപി മനസ്സുതിയൽ സജാന. ഇതാ ഗോപികമാര് പ്രാർത്ഥിച്ചേ. ഗോപികമാര് പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ പറഞ്ഞാൽ പോരാ, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. ഗേഹം ജുഷാമപി. ഏത് ഗൃഹജോലികൾ ചെയ്യുമ്പോഴും നിങ്ങൾ മുറ്റമടിക്കുമ്പോൾ ഭഗവാനെ ധ്യാനിക്കൂ.
പാത്രം കഴുകുമ്പോൾ ഭഗവാനെ ധ്യാനിക്കൂ, പാചകം ചെയ്യുമ്പോൾ ഭഗവാനെ ധ്യാനിക്കൂ. ഒരു സജ്ജനൻ എന്നോട് പറഞ്ഞു, ഞാൻ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ ഭഗവാന്റെ തമ്പുരാന്റെ പ്രഭാഷണം യൂട്യൂബിൽ ഓൺ ചെയ്തിട്ടാണ് ഞാൻ കേൾക്കാറ്. അവ കേട്ടുകൊണ്ട് എൻ്റെ ജോലി നടക്കും, ഭഗവാന്റെ കഥകൾ കേൾക്കുകയും ചെയ്യാം. മതി. ആ ഇന്ന സമയത്തൊന്നുമില്ല. ഭക്തിക്ക് സമയഭേദമില്ല. നാരായണ എന്ന് എപ്പോഴാണ് ജപിക്കണ്ടേ സംശയിക്കണ്ട, എപ്പോൾ വേണമെങ്കിൽ ജപിക്കാം. നമുക്ക് എപ്പോൾ സൗകര്യം ഉണ്ടോ അപ്പോൾ. അപ്പൊ അവര് പറഞ്ഞത് യോഗേശ്വര ഹൃദി വിചിന്യ മജാതബോധി സംസാര കൂപമതിതോത്തരണാവലംബം, സംസാരമാകുന്ന പൊട്ടക്കാട്ടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സഹായിക്കുന്നതായ അവിടുത്തെ പാദപത്മങ്ങളെ ഞങ്ങൾ ഏത് ഗൃഹജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും മനസ്സി ഉദിയാൽ സദാ, ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും. സമന്തമഞ്ചകത്തിൽ വെച്ച് ഭാരതത്തിൽ ഉണ്ടായിരുന്ന സകല ആൾക്കാരെ അവിടെ വന്നു. മഹാകുംഭമേള പ്രയാഗരാജിൽ നടന്നതുപോലെ കുരുക്ഷേത്ര സമന്തമഞ്ചകത്തിൽ വന്നു. അവർ ഓരോരുത്തരും പ്രാർത്ഥിച്ചത് ഒന്ന് മാത്രമേ ഉള്ളൂ, കൃഷ്ണേ ന ഭക്തി അസ്തു, കൃഷ്ണേ ന ഭക്തി അസ്തു. ഞങ്ങൾക്ക് ഭഗവാനില് ഭക്തി ഉണ്ടാവണേ, ഭക്തി ഉണ്ടാവണേ, ഭക്തി ഉണ്ടാവണേ, ഭക്തി ഉണ്ടാവണേ. ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്. അതിന് ഗോപികമാരാണ് ഏറ്റവും നല്ല ഉദാഹരണം. ഹരഹി സാധ്യത്തെ ഭക്തിയ പ്രമാണം തത്ര ഗോപിക. ആ ഗോപികമാരെക്കാൾ ഭക്തിയുള്ള ആരും ഇതേവരെ ലോകത്ത് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവില്ല. ഉദ്ധവൻ തന്നെ പറഞ്ഞു, മുനീനാം അഭിദുർലഭ. മഹർഷിമാർക്ക് പോലും ഇല്ലാത്തതായ ഭക്തിയാണ് ഗോപികമാർക്ക്. അതുകൊണ്ടാണ് വന്ദേ നന്ദവ്രജശ്രീണാം പാദരേണുമഭിക്ഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതി ഭുവനത്രയം ശ്രീ ഗോപീചരണാരവിന്ദ പരമാണവേ നമഃ. യഥാർത്ഥ ഭക്തി എന്താണ് എന്ന് ഉദ്ധവനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിലേക്ക് പറഞ്ഞു വിട്ടു. ഉദ്ധവനെ സ്പെഷ്യൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഗോപികമാരെന്ന് പറയുന്ന ട്യൂഷൻ ടീച്ചർമാരുടെ അടുത്തേക്ക്. അവരുടെ ഭക്തി കണ്ടപ്പോഴാണ് ഉദ്ധവൻ മനസ്സിലാക്കിയത്, വെറും പുല്ലായാൽ മതിയായിരുന്നു തിരുവമ്പാടിക്കകത്തന്നു ഞാൻ എന്ന്. ആ അപ്പാടിയില് ഒരു പുല്ലായിട്ട് ജനിച്ചെങ്കിൽ ആ ഗോപികമാരുടെ കാലിന്റെ ചവിട്ടെങ്കിലും കൊള്ളാമായിരുന്നു, പാദസ്പർശമെങ്കിലും കൊള്ളാമായിരുന്നു. ഇപ്പൊ എനിക്ക് അതിന് പോലും ഭാഗ്യമില്ലല്ലോ എന്നാണ്. എന്നിട്ടോ ആ ഗോപികമാരുടെ ത്രിലോകങ്ങളെ ശുദ്ധീകരിക്കുന്ന ഗോപികമാരുടെ പാദരേണുക്കളെ നമസ്കരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. ത്രിലോകങ്ങളെ ശുദ്ധീകരിക്കുന്ന ഗോപികമാരുടെ പാദങ്ങളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മണൽത്തരികളിൽ ഒരെണ്ണത്തിന് ഏകവചനം ഉപയോഗിച്ച് പാദരേണും, മണൽത്തരികളെ നല്ല മണൽത്തരികേ. ആരാ? ഭക്ത ശിരോമണിയായിട്ടുള്ള ഉദ്ധവൻ. അതുകൊണ്ട് നാരദഭക്തി സൂത്രത്തില് ശ്രീനാരദ മഹർഷി പറഞ്ഞു, യഥാ വ്രജഗോപികാനാം. ഭക്തി ഉണ്ടാവുകയാണെങ്കിൽ ഗോപികമാരെ പോലെയാവണം. സാത്തു അസ്മി പരമപ്രേമരൂപ. പരമമായ പ്രേമം, ഭക്തിയുടെ ആ മകുട ഉദാഹരണമാണ് ഈ പ്രേമം എന്ന് പറയാം. നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന എല്ലോഹി അല്ല, ഭക്തിയുടെ ഉദാത്തമായത്. കണ്ണനല്ലാതെ ഞങ്ങൾക്ക് ഒന്നുമില്ല, ഒന്നുമില്ല, എല്ലാം ഞങ്ങളുടെ കണ്ണനാണ്. സർവസംഘ പരിത്യാഗികളായ മഹർഷീശ്വരന്മാർക്ക് 10,000 കൊല്ലം തപസ് ചെയ്യേണ്ടി വന്നു. സർവം ഖല്ലുദം ബ്രഹ്മ എന്ന് പറയാം. ഇതെല്ലാം ബ്രഹ്മമാണ്, ഇതെല്ലാം ഈശ്വരനാണ് എന്ന് അറിയാൻ മഹർഷിമാർക്ക് 1000 കൊല്ലം ഒറ്റക്കാലം തപസ് ചെയ്യേണ്ടി വന്നു. ഗോപികമാർക്ക് ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല, എല്ലാം ഞങ്ങളുടെ കണ്ണനാണോ. ആരാ കണ്ണൻ? പരബ്രഹ്മം. അപ്പൊ ആ ഗോപികമാർക്ക് മഹർഷിമാരെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. മുനീനാം അപി ദുർലഭ. ഇനിയും പറയാം, ആ ഗോപികമാരുടെ ഭക്തി അറിയണമെങ്കിൽ കംസനെ കൊല്ലുന്നൊരു അധ്യായമുണ്ട്. 44-ാമത്തെ അധ്യായം, ദശമസ്കന്ധത്തില് 44-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകം. ആ ശ്ലോകത്തില് ശ്രീ ശുഖബ്രഹ്മർഷി പറയും, ഗോപികമാരുടെ ഭക്തി കേൾക്കണോ? യാദോഹനെ വഹനനെ പഥനോ പലേ പ്രഭ്രംഘനാധരുവിദോക്ഷണമാർദ്യനാദ
ഗായന്തി ചൈനമനുരക്തധി അശ്രുകണ്ഠ്യോ ധന്യ വ്രജസ്ത്രീയ ഗുരുക്രമചിത്തയാന. സദാസമയത്തും ഭഗവാനെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആ ഗോപികമാർക്ക് അനന്തകോടി നമസ്കാരം. ഗോപികാഭ്യോ നമസ്തു എന്ന നാരായണീയത്തിലും. എന്താ കാരണം? എന്ത് ചെയ്യുമ്പോഴും ഭഗവാനെ തന്നെ. യാ ദോഹനെ, പശുവിനെ കിടക്കുമ്പോ, അവഹനെ, നെല്ല് കുത്തുമ്പോ, പിന്നെ മെഴുകുമ്പോ, മാല കെട്ടുമ്പോ, മുറ്റം അടിക്കുമ്പോ, സന്ധ്യാദീപം കൊടുക്കുമ്പോ, പശുവിനെ കുളിപ്പിക്കുമ്പോ, ആഹാരം പാകം ചെയ്യുമ്പോ എപ്പോഴും രാമകൃഷ്ണ ദാമോദര എന്നിപ്രകാരം. ഇതാണ് ഭക്തി. ഇതാണ് ഭക്തി. ഒരു നിമിഷം പോലും ഭഗവാനെ ഓർക്കാതിരിക്കാൻ അവർക്ക് വയ്യ. എങ്ങനെ ഞങ്ങൾ മറക്കുന്നു ദൈവമേ മംഗളരൂപ മധുരിപോ മാധവ. ഗോപികമാർക്ക് ഭഗവാനെ മറക്കാൻ പറ്റുന്നില്ല, നമുക്കാണെങ്കിലോ ഓർക്കാൻ പറ്റുന്നില്ല. ഒരു വ്യത്യാസവും. നമുക്കൊക്കെ ഭക്തി ഉണ്ടെന്നാണ് നമ്മുടെ ധാരണ. എന്നിട്ടോ ഭഗവാനെ എത്ര സെക്കൻഡ് ഓർക്കാൻ പറ്റുമോ? നമുക്ക് എത്ര സെക്കൻഡ്? മിനിറ്റൊന്നും ഞാൻ ചോദിക്കുന്നില്ല, എത്ര സെക്കൻഡ് കിട്ടും? അപ്പ മാറില്ലേ? ഒരു കൊമ്പിൽ നിന്ന് വേറൊരു കൊമ്പിലേക്ക് ചാടുന്ന പൈനെ പോലെ നമ്മുടെ മനസ്സ്. ഗുരുവായൂരിനെ ഞാൻ അപ്പം ചാടും വേറൊരു സ്ഥലത്തേക്ക്. ഗോപികമാർക്ക് അതില്ല. ഗോപികമാര് ഭക്തിയുടെ മകളുടെ ഉദാഹരണങ്ങളായിരുന്ന ഗോപികമാര് ലോകത്തിൽ ശപിച്ചത് ഒറ്റ ഒരാളേ ഉള്ളൂ. ആരെയാണെന്നറിയോ? നിമി മഹാരാജാവിനെ. നിമിയുടെ ചരിത്രം താമസിക്കുന്നതിൽ കാണാം. നിമി മഹാരാജാവ് ഒരു യാഗം ചെയ്തു. യാഗം ചെയ്തപ്പോൾ യാഗം ചെയ്യാനായിട്ട് വസിഷ്ഠനോട് പറഞ്ഞു, എന്റെ യാഗം നടത്തി തരാമെന്ന്. വസിഷ്ഠൻ പറഞ്ഞു, ഞാൻ ഇന്ദ്രന്റെ യാഗം ഏറ്റുപോയി, അത് വന്നിട്ട് നടത്തി തരാമെന്ന്. ഇന്ദ്രന്റെ യാഗം 500 കൊല്ലം, നിമിയുടെ യാഗം 5000 കൊല്ലം. ഞാൻ വരട്ടെ, എന്നിട്ട് നടത്തി തരാമെന്ന് പറഞ്ഞു. നിമി കൂട്ടാക്കിയില്ല. നിമി ഗൗതമ മഹർഷിയെ സ്വീകരിച്ച് യാഗം ചെയ്തു. 500 കൊല്ലത്തെ യാഗം കഴിഞ്ഞ് ഭൂമിയിൽ വന്നപ്പോ തന്റെ സ്ഥാനത്ത് ഗൗതമ മഹർഷി ഇരിക്കുന്നു. നിമിയെ ശപിച്ചു വസിഷ്ഠൻ, അങ്ങയുടെ ശരീരം വീട് പോട്ടായിരുന്നു. നിമി വസിഷ്ഠനെ ശപിച്ചു, അങ്ങയുടെ ശരീരം വീട് പോട്ടായിരുന്നു. രണ്ടുപേർക്കും ശരീരം ഇല്ലാണ്ടായി. ഒടുക്കം യാഗത്തിൽ പങ്കെടുത്ത ദേവന്മാർ നിമിയോട് ചോദിച്ചു, രാജാവേ, ഞങ്ങൾ അങ്ങക്ക് ശരീരം തരാം, അങ്ങക്ക് ഏത് ശരീരം വേണ്ടേ? നിമി പറഞ്ഞു, എനിക്ക് ശരീരം വേണ്ട. ശരീരം വന്നാൽ ശരീരാഭിമാനം വരും, ദേഹാഭിമാനം വരും, ഞാൻ എന്ന ബോധം വരും. എനിക്ക് ശരീരം വേണ്ട. അപ്പൊ പിന്നെ എവിടെയിരിക്കും? മനുഷ്യന്റെ കൺട്രോളറിൽ ഇരുന്നോളാം. മനുഷ്യന്റെ കൺട്രോളറിൽ ഇരുന്നോളാം. ആ നമ്മുടെ കൺട്രോളകളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നത്. ആ കണ്ണടയ്ക്കുന്നതിന് നിമിഷം എന്ന് പേര് വരാൻ കാരണം അതാണ്. അപ്പൊ എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ പോണതിന് മുമ്പ് ആ നിമി മഹാരാജാവിനെ ഒന്ന് നമസ്കരിക്കുക. അദ്ദേഹത്തോടല്ലേ നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നത്. കണ്ണടച്ചില്ലെങ്കിലോ ചിലർക്ക് നെർവൽ ഡിസോർഡർ കാരണം കണ്ണടയില്ല. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ആ നിമി മഹാരാജാവിനെയാണ് ഗോപികമാർ ചീത്ത പറഞ്ഞത്. എന്താ കാരണം? ആ കണ്ണടയുന്ന ഒരു സെക്കൻഡ് പോലും ഭഗവാനെ കാണാതിരിക്കാൻ അവർക്ക് വയ്യ. അതാണ് ഭക്തി. നമ്മൾ കാണിക്കുന്നതൊന്നുമല്ല ഭക്തി. നമ്മൾ കാണിക്കുന്നത് പ്രാകൃത ഭക്തിയാണ്. അത് മോശമെന്നല്ല കേട്ടോ. അമ്പലത്തിൽ വരുന്നതും വഴിപാട് കഴിക്കുന്നതും പ്രദക്ഷിണ നമസ്കാരങ്ങൾ ചെയ്യുന്നതും പുഷ്പാഞ്ജലി കഴിക്കുന്നതും തെറ്റാണെന്നല്ല. അതല്ല ഭക്തിയുടെ ഉദാത്തമായ തലം. നേരത്തെ പറഞ്ഞില്ലേ, ആ സ്വസ്വരൂപാനുസന്ധാനം. ഞാൻ ആര്? സകല ചരാചരങ്ങളിലെയും നിയന്ത്രിക്കുന്ന, നമ്മൾ സ്കൂളിൽ പഠിച്ച പാട്ട് പോലെ അഖിലണ്ട മണ്ഡല മണിച്ചോരുക്കി ഒരു ചൈതന്യം ഉണ്ടല്ലോ. അതിനൊക്കെ ആധാര സൂത്രമീണക്കി കുടികൊള്ളും സത്യം, സത്യം പരം ധീമഹി. ആ സത്യമാണ് എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത്. സകല ചരാചരങ്ങളിലും എൻ്റെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാനാണ്, ഞാൻ തന്നെയാണ് ഈശ്വരൻ. അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മ പരംധാമ, ബ്രഹ്മാഹം പരമം പദം എന്ന് ആ ഉദ്ധവനോട്, പരീക്ഷത്തിനോട് ഏറ്റവും അവസാനം ഭഗവാൻ പറഞ്ഞതായ ആ കാര്യം. അപ്പൊ എല്ലാത്തിലും ഞാൻ നിറഞ്ഞിരിക്കുന്നു എന്ന ആ സ്വസ്വരൂപാനുസന്ധാനം, സ്വസ്വരൂപാവബോധേന, ആ സ്വസ്വരൂപത്തിനെ അറിയാതെ വേറെ നമുക്ക് മുക്തി കിട്ടാനായിട്ട് സാധ്യതയില്ല. അവനവന്റെ രൂപത്തിനെ തിരിച്ചറിയലാണ് യഥാർത്ഥ ഭക്തി എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഉദ്ധവൻ ചോദിച്ചു, ഭഗവാനെ
അങ്ങയെ പ്രാപിക്കാൻ ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, സാഖ്യയോഗം, ധ്യാനയോഗം, വിഭൂതിയോഗം, ഒരുപാട് യോഗങ്ങളുണ്ട്. ഈ യോഗങ്ങൾക്കെല്ലാം തുല്യ പ്രാധാന്യമാണോ അതോ ഏകമുഖ്യത ഒരിടത്തിൽ പ്രാധാന്യമുണ്ടോ? ഭഗവാൻ പറഞ്ഞു, എന്താ സംശയം? ഭക്തിയോഗം. ഭക്തിയോഗത്തിനാണ് ഏറ്റവും പ്രാധാന്യം. കാരണം ഏറ്റവും എളുപ്പമാണ്. ഭക്തിക്ക് അധികാര ഭേദമില്ല. ഒന്നാമത്തേത് ഏറ്റവും എളുപ്പമായിട്ടുള്ളതാണ്. ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. കായേന വാച മനസേന്ദ്രിയേർവ എല്ലാം നാരായണായേതി സമർപ്പയത്തൽ. ആ നാരായണനായിട്ട് സമർപ്പിക്കുന്നു. ഇതെല്ലാം ഭഗവാൻ എൻ്റെ കർമ്മഫലം തരുന്നു. ആ ഭഗവാനാണ് എൻ്റെ ഉള്ളിലും പ്രകാശിക്കുന്നത്. ഇതാണ് സ്വസ്വരൂപാവബോധം, സാന്ദ്രാനന്ദാവബോധം. നാരായണത്തിൽ ആദ്യം പറഞ്ഞത് ഇതാണ് സാന്ദ്രാനന്ദാവബോധം. ഞാനാണ്, എൻ്റെ ഉള്ളിലാണ് സകല ചരാചരങ്ങളിൽ ഇരിക്കുന്നത് പോലെ എൻ്റെ ഉള്ളിലും സാക്ഷിയായിട്ട് എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ട് താൻ തന്നെ സാക്ഷി ചെയ്തു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യൻ. ആ ചൈതന്യമാണ് ഞാൻ. ഇതാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ഭക്തിയോഗം പറയുമ്പോൾ ഭഗവാൻ പറയും, ഒരുപാട് പേര് സത്സംഗത്തിലൂടെ ഭക്തി പ്രാപിച്ചു. എൻ്റെ അടുത്തെത്തി. ബഹവോ മൽപദം പ്രാപ്ത. ഒരുപാട് പേര് ഭക്തി കൊണ്ട് എന്നെ പ്രാപിച്ചവരുണ്ട്. സ്വാഷ്ട്രകായാധപാതയാണ്. ആ ഒരു ശ്ലോകത്തിൽ പറഞ്ഞ എല്ലാവരും അസുരന്മാരാണ്. എല്ലാവരും അസുരന്മാരാണ്. വൃഷഭർവാവ്, ബലി, ബാണൻ, വൃത്രാസുരൻ, പ്രഹ്ലാദൻ ഒക്കെ അസുരന്മാരാണ്. നമ്മുടെ ധാരണ ദേവന്മാരാകന്മാരാണ്. അല്ല, ഭക്തന്മാരുടെ ലിസ്റ്റിൽ ഭഗവാൻ പറഞ്ഞ ആദ്യത്തെ 8 പേര് അസുരന്മാരാണ്. പിന്നെ നമ്മൾ വിഭീഷണനാണ്, രാക്ഷസനാണ്. അപ്പൊ എന്താണ് ഭക്തി? ആ ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനില് സർവസ്വവും അർപ്പിച്ച് ചെയ്യുന്നത്. കായേന വാച എന്ത് ചെയ്യുന്നതും ഭഗവാനാണ് എന്ന മട്ടിൽ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നവൻ മയ്യർപ്പിതാത്മനസ്സഭ്യ നിരപേക്ഷസ്യ. ഭഗവാൻ അത് പ്രത്യേകം പറഞ്ഞു, നിരപേക്ഷസ്യ. ഭാഗവതത്തില് എത്ര സ്ഥലത്താ പറയാനറിയോ നിരപേക്ഷം? അപേക്ഷ ചോദിക്കരുത്, അപേക്ഷ ഉണ്ടാവരുത്. ഭഗവാന്റെ മുമ്പിൽ ചെല്ലുമ്പോ ഒന്നും അപേക്ഷിക്കരുത്, ഒന്നും ചോദിക്കരുത്, ഒന്നും ചോദിക്കണ്ട. നമശിവാഭ്യം നവയൗവനാഭ്യം പരസ്പര അശക്തോപുത്തരാഭ്യം നരീന്ദ്രകന്യാ വൃവേദനാഭ്യം നമോ നമ ശങ്കരപാർവതിഭ്യം എന്ന് പറയാൻ നമസ്കരിച്ചിട്ട് പോകുന്നു. തിരുവത്തേനോട് കൂടുതലൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. വാ ഗർഭ സമ്പർക്കോ വാ ഗർഭപ്രതിഭക്തയെ ജഗത പിതരൗ വന്ദേ പാർവതി പരമേശ്വരവും നമസ്കരിച്ചിട്ട് പോന്നോളൂ. ഇതാണ് ആചാര്യന്മാർ പറഞ്ഞത് കരിസന്തരണ ഉപനിഷത്തായി ജപിക്കേണ്ടത് എന്ന്. 32 ശ്ലോകങ്ങളായി 32 അക്ഷരങ്ങളുള്ള കരിസന്തരണ ഉപനിഷത്ത്, കരിയെ സമ്യക്കായിട്ട് തരണം ചെയ്യാൻ സഹായിക്കുന്നതായ ഉപനിഷത്ത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതാണ് കരിസന്തരണ ഉപനിഷത്ത്. ഇത് ജപിച്ചാൽ മതി. ഇതിനൊക്കെ വലിയ മാത്രം കാര്യമില്ല. കാരണം എന്താ, നമ്മൾ എന്ത് പറഞ്ഞാലും ഒന്നുകിൽ പ്രാർത്ഥന ഉണ്ടാവും, അല്ലെങ്കിൽ നമസ്കാരം ഉണ്ടാവും, എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രാർത്ഥന. ഇപ്പൊ നമോ നമ ശങ്കരപാർവതിഭ്യാം എന്ന് പറഞ്ഞാൽ പാർവതി പരമേശ്വരന്മാരെ ഞാൻ നമസ്കരിക്കണോ, സത്വഗുണായില്ലേ? ഇതിലോ പ്രാർത്ഥനയില്ല, അപേക്ഷയില്ല. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ളതില് പ്രാർത്ഥനയില്ല, അപേക്ഷയില്ല. നെയ്തർ പ്രയർ നോർ റിക്വസ്റ്റ്. അതുകൊണ്ടാണ് അതിന്റെ മാഹാത്മ്യം പറഞ്ഞത്. ഈ നാമം ജപിച്ചാൽ മതി. അപ്പൊ നമുക്ക് പ്രാർത്ഥനയില്ല, അപേക്ഷയില്ല. അപ്പൊ നമ്മളൊന്നും ചോദിക്കണ്ട. നിരപേക്ഷസ്യ ഭഗവാൻ പറഞ്ഞു. ഇങ്ങനെ എല്ലാം എന്നിൽ അർപ്പിച്ച് ചെയ്യുന്ന ഒരു ഭക്തൻ ചെയ്യുന്നതായ ആ കർമ്മങ്ങൾ
എല്ലാം എന്നിൽ അർപ്പിച്ച് ചെയ്യുന്ന ഒരു ഭക്തൻ അനുഭവിക്കുന്ന ആനന്ദം പുതസ്യാൽ വിഷയാത്മനാമെന്നാണ് ചോദിച്ചേ ഭഗവാൻ. സർവവും ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം എന്നിൽ സമർപ്പിക്കുന്ന ഒരു ഭക്തൻ അനുഭവിക്കുന്ന ആനന്ദം എങ്ങനെ വേറൊന്നിന് മനസ്സിലാവും? സാധാരണ ഒരാൾ ചോദിക്കാൻ വിചാരിക്കാം, ഭഗവത് വിമുഖനായിരിക്കുന്ന ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ഗുരുവായൂർ ലക്ഷക്കണക്കിന് ആൾക്കാരെ ചെന്ന് ഇടിച്ച് തിക്കി തോന്നുന്നല്ലോ, എന്നിട്ട് നിങ്ങൾക്ക് എന്താ തോന്നി? എന്താ നിങ്ങൾക്ക് കിട്ടിയേ? ഗുരുവായൂർ ചെന്നിട്ടേ ആ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെന്ന് തൊഴുമ്പോ വാട്ട് യു ഫീൽ എന്നൊരാൾ ചോദിച്ചാൽ നമ്മൾ എന്തുത്തരം പറയും? നമുക്കൊന്നും പറയാനില്ല. അതൊരു സുഖമാണെന്ന് പറയും നമ്മൾ. എന്ന് പറഞ്ഞാൽ പ്ലീസ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക? അത് പറയാൻ പറ്റില്ലാണോ? ഇതറിയണമെങ്കിൽ താൻ പോയി തൊഴുന്ന നമ്മൾ പറയും. ഗുരുവായൂരപ്പനെ ചെന്ന് തൊഴുതാൽ എന്താ ഉണ്ടാകുന്ന അനുഭവം എന്ന് അറിയണമെങ്കിൽ പുതസ്യാൽ വിഷയാത്മന, വിഷയങ്ങളിലായിട്ട് ആ വിഷയങ്ങളിൽ മുഴുകി നടക്കുന്നവർ പറഞ്ഞിട്ട് കാര്യമില്ല. വിഷയാധ്യായസ്ഥിത്വം വിഷയേഷു വിഷജ്ജനയെന്ന് ഭഗവാൻ പറഞ്ഞു. വിഷയങ്ങളിൽ മുഴുകിയിരിക്കുന്നവന് രക്ഷപ്പെടലുണ്ടാവില്ല. അവന് ഈ വിഷയത്തിനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുള്ളൂ. പഞ്ചമസ്കന്ധത്തിൽ കണ്ടില്ലേ, മാൻകുട്ടി 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 എന്ന് പറഞ്ഞ രാജാവ് നിരോധാനം മാൻകുട്ടിയായി. മാമനസ്മരചിത്തം മയ്യേവ പ്രവിലീയതേ, എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവൻ എന്നിലേക്ക് വന്ന് ലയിക്കണോ? ദശമസ്കന്ധത്തില് 66-ാമത്തെ അധ്യായത്തില് പൗഡ്രക വാസുദേവന്റെ കഥ പറയും. കൃഷ്ണോഹം കൃഷ്ണോഹം തനി മണ്ടനാണെന്ന് എല്ലാവരും പറഞ്ഞു. ചെറുപ്പത്തിലെ തൊട്ട് തന്നെ കാശിരാജോ പറഞ്ഞ് പിടിപ്പിച്ചു, താനാ ഒറിജിനൽ കൃഷ്ണൻ, ദ്വാരകയിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പൊ തൊട്ട് പറയാൻ തുടങ്ങി കൃഷ്ണോഹം 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 കൃഷ്ണോഹം. ഏറ്റവും അവസാനത്തിലായി കൃഷ്ണനിലേക്ക് ലയിച്ചു. മാമനസ്മൃത ചിത്തം മയി ഏവ പ്രവിലീയതേ. ലീയതേ എന്നല്ല പറഞ്ഞത്, വിലീയതേ എന്നല്ല പറഞ്ഞത്, പ്രവിലീയതേ. പ്രകർഷേണ വിശേഷേണ ലീയതേ. തിരിച്ച് ഒരിക്കലും വരാത്ത വിധം ലയിച്ചു പോകുക. അതാണ് യഥാർത്ഥത്തിലുള്ള മജർവിദാത്മനസഭ്യ നിരപേക്ഷസ്യ, എന്നിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കാതെ സകലതും എന്നിൽ അർപ്പിച്ച് ചെയ്യുന്ന ഒരു ഭക്തൻ അനുഭവിക്കുന്ന ആനന്ദം സംസാരികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഉദ്ധവ കൊട കമഴ്ത്തി വെച്ച് വെള്ളം കൊടുക്കുക. അവനോട് വേദാന്തം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം പറഞ്ഞിട്ട് മനസ്സിലാവില്ല. അതറിയാം, അത് നമുക്ക് പറയാനും പറ്റില്ല. ഓ പഞ്ചസാര 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 എന്ന് ഒരു നോട്ട് ബുക്ക് നിറച്ച് കഴിഞ്ഞാൽ അതിന് മധുരം മനസ്സിലാവും ഇല്ല? അത് ആസ്വദിക്കണം. ഇതുപോലെ ആ ഭഗവാനെ മുമ്പിൽ കണ്ട് ആസ്വദിച്ചാലാണ്, അനുഭവിച്ചാലാണ്. ഭഗവാൻ അതിന് പറയുക, അതിന് വിജ്ഞാനം എന്നാ പറയുക. വിശേഷേണ ജ്ഞാനം. ജ്ഞാനവും വിജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ നിന്ന് കിട്ടാം, ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടാം, സഹപാഠിയിൽ നിന്ന് കിട്ടാം. പക്ഷേ വിജ്ഞാനമോ അനുഭവത്തിൽ നിന്നാണ്. തീ തൊട്ടാൽ പൊള്ളും 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 നമുക്കൊക്കെ അറിയാം. പക്ഷെ കൊച്ചുകുട്ടി അതിൽ നിന്ന് പിടിച്ചാലോ അത് തുടരുന്നല്ലോ. പൊള്ളും, തീയാണത് തീയാണത് എന്ന് പറഞ്ഞാൽ അത് ജ്ഞാനമാണ്. ചെല്ലു കയറി പിടിച്ച പൊള്ളണത് വിജ്ഞാനമാണ്. അപ്പൊ അനുഭവത്തിൽ വരണത്. ഇത് അനുഭവത്തിൽ വരുമ്പോഴാണ് അഭയാവസ്ഥയിലേക്ക് നമ്മളെത്തുക. എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാണ്. അവനെന്താ യോഗസിദ്ധി അവനഭവം വാ. എനിക്കൊന്നും വേണ്ടാന്നേ. ഇത് ശങ്കരദേവരോട് പറയാൻ പറ്റുന്നുണ്ടോ? ഭീഷ്മര് പറഞ്ഞില്ലേ, ഇതിമതി രൂപകൽപ്പിത വിതൃഷ്ണ, എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് പറയാൻ പറ്റുമോ ഭഗവാനോട്? എനിക്കൊന്നും വേണ്ട. ശങ്കരദേവരുടെ മുമ്പിൽ ചെന്നിട്ട് പറയാൻ പറ്റണം, എനിക്കൊന്നും വേണ്ട. ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം വന്ന് ചൊരിയും ഭഗവാൻ. ഇതാണ് ഭഗവാന്റെ ഭഗവാത്സല്യം. അപ്പൊ ഇതൊക്കെ ഭഗവാന്റേതാണ്, താൽക്കാലികമായ ഉപയോഗത്തിന് തന്നതാണ്. ഇതൊക്കെ ഭഗവാന് തന്നെയാണ് സമർപ്പിക്കേണ്ടത് എന്ന ഭാവത്തോടു കൂടിയിട്ട് അങ്ങനെ സകലതും എന്നിൽ അർപ്പിച്ച് എല്ലാം ഞാനാണ് എന്ന് അനുഭവിച്ച് ആനന്ദിച്ച് ആസ്വദിച്ച് നടക്കുന്ന ഒരു ഭക്തനെ പോലെ
പ്രിയപ്പെട്ടവനല്ല എനിക്ക് ലോകത്താരും. ബ്രഹ്മാവിനെയോ മഹാദേവനെയോ എൻ്റെ ഏട്ടൻ ബലഭദ്രനെയോ ലക്ഷ്മിയെയോ എന്തിന് എന്നോട് പോലും എനിക്ക് അത്ര ഇഷ്ടമില്ല. ഒരാൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാ? അവനോട് തന്നെയാണ്. എനിക്ക് അത്രയും ഇഷ്ടമില്ല. ഒരു ഭക്തനെ ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അനുപജാമ്യഹം നിത്യം ഭൂയേത്യം ഭഗവാൻ ഭക്തിയോഗത്തിൽ പറയുന്നു. ഇങ്ങനെ ആ ഭക്തി യോഗത്തോട് കൂടിയിട്ട് സകലത്തും ഭഗവാന് വേണ്ടി ചെയ്യാം. എൻ്റെ 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 എന്ന വാക്കിന് പകരം ഭഗവാന്റെ 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 എന്നാക്കിയാൽ അത് ഭക്തിയായി. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ ഭക്തനെ അനുപ്രജാമി അഹം, ഞാൻ അവന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുക. സാധാരണ നമ്മൾ ചിന്തിക്കുക ഭക്തന്മാര് ഭഗവാന്റെ പുറകെയാണെന്ന്. ശിവയിൽ എഴുന്നള്ളിച്ച് പോകുമ്പോൾ സജ്ജനങ്ങളെ പുറകെ ശിവശിവാന്ന് നാമം ജപിച്ചോണ്ട് പോവാറുണ്ട്. ഭഗവാൻ പറയാം, നിങ്ങൾ എന്റെ പുറകെയാണ് എന്നല്ലേ നിങ്ങളുടെ ധാരണ? അല്ലാട്ടോ, ഞാൻ നിങ്ങളുടെ പുറകെ, നിങ്ങളുടെ പുറകെയാണ് ഞാൻ. നിങ്ങൾ എപ്പോഴെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്? നിങ്ങൾ തിരിഞ്ഞു നോക്കാറില്ല, അതാ എന്നെ കാണാത്ത ഭഗവാൻ പറയുന്നത്. തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ, ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാമായിരുന്നു. നമ്മളൊരു കേരളത്തെ പറയല, ചത്ത് പോകേണ്ടതാ. ആരോ എന്നെ രക്ഷിച്ചു. ഏതേ ആരോ? ARROW അല്ല. ആരോ? അതാണ് ഞാൻ. നിങ്ങളുടെ ശരീരത്തില് ഒരു പൂവിതൾ കൊണ്ട് പോലും നോവിക്കാതിരിക്കാൻ ഒരുപാട് സ്ഥലത്ത് നിങ്ങളെ താങ്ങിയില്ലേ? ആരാ? അനുപ്രജാമി. സകലതും എന്നിൽ അർപ്പിച്ച് നടക്കുന്ന ഒരു ഭക്തനെ രക്ഷിക്കേണ്ടത് എന്റെ ചുമതലയാണ്. ഭഗവാന് ഒറ്റ മോട്ടമേ ഉള്ളൂ, ഒറ്റ മുദ്രാവാക്യേ ഉള്ളൂ, നമേ ഭക്തത പ്രണശ്യതി, നമേ ഭക്തത പ്രണശ്യതി. എന്റെ ഭക്തൻ നശിക്കരുത്, നശിക്കരുത്, നശിക്കരുത്. അത് ഭഗവാൻ സമ്മതിക്കില്ല. ഭഗവാന്റെ ഒരേ ഒരു മുദ്രാവാക്യം ഇതേ ഉള്ളൂ, എന്നേക്കാളും എനിക്കിഷ്ടം എന്റെ ഭക്തനാ. അഹം ഭക്തത പരാധീന അസ്വതന്ത്ര ഇവദ്ഭിജ. ഞാൻ ഭക്തപരാധീനാണ്. ഹരിരഭിലോകം സർവധാതോ വിഹായ പ്രവിശതി ഹൃദിദേശ ഭക്തി സൂത്രോപനദ്ധ. അങ്ങനെയുള്ള ഒരു ഭക്തന്റെ മനസ്സാകുന്ന ഹൃദയത്തിനോട് ചേർത്ത്, മനസ്സാകുന്ന ഉരലിനോട് ചേർത്ത് യശോദമ്മ കെട്ടിയതുപോലെ നമുക്ക് കെട്ടാം. അതിന് ബലമുള്ള ഒരു ചരട് വേണം. ആ ചരടിന്റെ പേരാണ് ഭക്തി. യശോദമ്മ കെട്ടിയത് എങ്ങനെയാ? ഭക്തിയാകുന്ന ചരട് കൊണ്ടാണ്. കൃപയാസീൽ സ്വബന്ധനെ. ഭഗവാന്റെ കൃപ വന്നു, കാരുണ്യം വന്നു. കാളിയൻ ഭഗവാനെ ചുറ്റിയില്ലേ? കെട്ടിപ്പിടിച്ച് നിന്നില്ലേ കാളിയൻ? അഘാസുരൻ വിഴുങ്ങിയില്ലേ? ധേനുകാസുരൻ അടുത്തേക്ക് വന്നില്ലേ? തൃണാവർത്തൻ പൊക്കെടുത്ത് കൊണ്ടുപോയില്ലേ? ശകടാസുരൻ പാദത്തിനെ ആശ്രയിച്ചില്ലേ? പൂതന മാരണം കൊടുത്തില്ലേ? ഇതൊക്കെ എന്തിനാ കാണിക്കണേ? ഇതേപോലെ ആവണം. അതാണ് ഭക്തി. പൂതനയെ പോലെ നമുക്ക് മാരണം കൊടുക്കാറാവണം. ശകടാസുരനെ പോലെ പാദത്തിനെ ആശ്രയിക്കാൻ പറ്റണം. തൃണാവർത്തനെ പോലെ ഭഗവാനെ പൊക്കിയെടുത്ത് കൊണ്ടുപോകാൻ പറ്റണം. ബകാസുരനെ പോലെ അഘാസുരനെ പോലെ വിഴുങ്ങാൻ പറ്റണം. കാളിയനെ പോലെ ആലിംഗനം ചെയ്യാൻ പറ്റണം. അതാണ് വെറും കഥകളല്ല കാണിച്ചു തന്നെ. ഓരോരോ അസുരന്മാരാണെങ്കിലും ആരാ അസുരന്മാര്? അസുവിൽ രമിക്കുന്നവര്. ഈ പ്രാപഞ്ചിക വിഷയങ്ങൾ സത്യമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന നമ്മൾ തന്നെ അസുരന്മാര്. അപ്പൊ എത്രയൊക്കെ ദുഷിച്ച മനസ്സുള്ളവരാണെങ്കിലും, എത്രയൊക്കെ വിഷം ഉള്ളിലുണ്ടെങ്കിലും പൂതനയെ പോലെ മാരണം കൊടുക്കൂ. കാളിയനെ പോലെ ശിരസ് കാണിച്ചു കൊടുക്കൂ. തൃണാവർത്തനെ പോലെ ഭഗവാനെ പൊക്കിയെടുത്തു കൊണ്ടുപോകൂ. കാളിയനെ പോലെ ആലിംഗനം ചെയ്യൂ. അഘാസുരനെ പോലെ ഭഗവാനെ വിഴുങ്ങൂ. ഇതാ ഭാഗവതം കാണിച്ചു തരുന്നത്. അതാണ് ഭക്തി. ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ഒരുപാട് ശ്രീകൃഷ്ണ ചരിത്രത്തില്, ശ്രീകൃഷ്ണ ലീലകളില് നമ്മൾ കാണാം ഒരുപാട് ദുഷ്ടബുദ്ധികള് ദുഷ്ടലാക്കായിട്ട് വരുന്നു. എന്നിട്ട് എന്താ ചെയ്തേ? ഭഗവാനെ മാരണം കൊടുത്തത് ഭഗവാന്, കെട്ടിപ്പിടിച്ചത് ഭഗവാനെ, ഉമ്മ വെച്ചത് ഭഗവാനെ, വിഴുങ്ങിയത് ഭഗവാനെ,
പൊക്കിയിട്ട് കൊണ്ടുപോയത് ഭഗവാനെ, കാല് തേടി വന്നത് ഭഗവാന്റെ. നോക്കൂ, അവർ വിഷയങ്ങളിലേക്കല്ല പോയത്, ഭഗവാന്റെ അടുത്തേക്ക്. ജിഘാംസയാപി ഹരയേ സനദ്ധത്വാ ആപസദ്ഗതിന്ന. കൊല്ലാനായിട്ട് വന്ന പൂതനയ്ക്ക് വരെ യശോദമ്മയുടെ സ്ഥാനം കൊടുത്തത് ഭഗവാൻ. അതാണ് ഭക്തി. സർവസ്വവും ഭഗവതർപ്പണമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഒരു ഭക്തന് എന്താ വേണ്ടത്? എല്ലാം ഭഗവാൻ കൊടുക്കുക, എല്ലാം ഭഗവാൻ കൊടുക്കുക. എൻ്റെ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അവിടുത്തേക്കാണ്. എൻ്റേതായിട്ട് ഈ ശരീരം പോലുമില്ല. എനിക്കിന്ന് എന്തെല്ലാം 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 തന്നോ അതൊക്കെ കൃഷ്ണാനുകമ്പിതം, 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 കൃഷ്ണാനുകമ്പിതം. ഭഗവാൻ തന്നതാണ്. അത് താൽക്കാലിക ഉപയോഗത്തിന്. അപ്പൊ എന്ത് വേണം? ഭഗവാനൊന്നും ചോദിക്കണ്ട, നിരപേക്ഷം. 5 യോഗ്യതകൾ പറയും ഭക്തന്റെ. ഒന്നാമത്തേത് നിരപേക്ഷം, വിതൗട്ട് എനി റിക്വസ്റ്റ്. ഒരു കാര്യം ചോദിക്കരുത് ഭഗവാനോട്, ഒന്നും ചോദിക്കണ്ട. ആ ചോദിക്കാതെ തന്നെ ഉപേക്ഷ കൂടാതെ കൊടുക്കും ഈശൻ മനക്കൊരു നിൽക്കനിവുള്ള കണ്ണൻ. അങ്ങോട്ടൊന്നും ചോദിക്കണ്ട. നമുക്ക് അർഹതയുള്ളത് യഥാസമയം ഭഗവാൻ തന്നോളും. നിരപേക്ഷം. മുന്നിൽ മൗനശീലനായിരിക്കണം, മനനശീലനായിരിക്കണം, വിധി നിഷേധങ്ങളെ തിരിച്ചറിയാവുന്നവനായിരിക്കണം. ശരിയേത് തെറ്റേത്, ധർമ്മമേത് അധർമ്മമേത്, ശുഭമേത് അശുഭമേത് എന്ന് തിരിച്ചറിയാനാവണം. നേരത്തെ പറഞ്ഞില്ലേ, ശുഭാശുഭാഭ്യാം മാർഗാഭ്യാം വഹന്തി വാസനാസരിത്. നമ്മുടെ വാസനകൾ 2 തരത്തിൽ വഴികൂടെ ഒഴുകുക. അശുഭമായ വഴികളിൽ കൂടെയും ശുഭമായ വഴിക്കൂടെയും. നമ്മുടെ വിവേകം ഉപയോഗിച്ച് ശുഭമായ വാസനകളിലേക്ക് കൊണ്ടുവരണം നമ്മൾ. ആര്? നമ്മളെ തന്നെ കൊണ്ടുവരണം. ആത്മനോ ഗുരു ആത്മൈവ. അവനവൻ തന്നെ അവനവന്റെ ഗുരു. ഭാഗവതത്തിലെ വേദവ്യാസ മഹർഷിക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. പ്രവർത്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പൊ തെറ്റാണ് എന്ന് ബോധ്യമായാൽ ആ തെറ്റിനെ തിരുത്താറാവണം. അതാണ് അജാമിളൻ കാണിച്ചു തന്നത്. ശ്രേഷ്ഠനായ ബ്രാഹ്മണനായിരുന്നു. ആ ശ്രേഷ്ഠനായ ബ്രാഹ്മണൻ വഴിതെറ്റി. ആ വഴിതെറ്റിയപ്പോ അതിദുഷ്ടനായിട്ട് മാറി സകല പ്രളയങ്ങളും ചെയ്തു. പക്ഷേ നാരായണ എന്ന് വിളിച്ചപ്പോ ആ കാലവാശത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു. ഒരു പ്രാവശ്യം ആ ഒറ്റ വിളിക്ക് ഇത്രയും ഒരൊറ്റ വിളിക്ക് ഇതാണ് ഫലം എന്നുണ്ടെങ്കിൽ മുറ്റും ജപിപ്പവർക്കെന്താ സാധ്യം? ഒരു തവണ നാരായണനാമം ജപിച്ചപ്പോ കാലവാശത്തിൽ നിന്ന് മോചിതമായി എങ്കിൽ ഇനിയുള്ള കാലം മുഴുവൻ ജപിച്ചാലോ? പാടും ഞാൻ നാരായണ നാമം, നേടും ഞാൻ നിത്യാനന്ദം. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ എന്ന് ജപിച്ചു. അജാമിളൻ ശേഷിച്ച കാലം മുഴുവൻ ആനന്ദാവസ്ഥയിലെത്തി. ഞാനെന്ന ഭാവം ഉണ്ടാവരുത്. തോന്നുന്നതാക്കിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നണം. ഞാനെന്ന ഭാവം വരികയാണെങ്കിലോ അകത്തും പുറത്തും എല്ലാതെങ്കിലും ഈശ്വരനാണ്. ഭഗവാൻ സത്യസായി ബാബയുടെ പണ്ടൊരു പത്രപ്രവർത്തകൻ ചോദിച്ച പോലെ ആർ യു ഗാഡ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അതെ നിങ്ങളെ പോലെ തന്നെ. ഞാൻ ഈശ്വരനാണ്, നിങ്ങളെ ഈശ്വരനാണ്, എല്ലാവരുടെ ഉള്ളിലും ഈശ്വരൻ തന്നെ. ഇത് നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ഉള്ളിൽ ഇതുണ്ട്. പക്ഷേ മായാജവനികാച്ഛന്നം, നമ്മുടെ അഹംബോധമാകുന്ന മായയാകുന്ന കർട്ടൻ വന്ന് വീഴുമ്പോ നമ്മൾ അറിയണില്ല. കാർമേഘം വന്നാൽ സൂര്യൻ മറയപ്പെടുന്നത് പോലെ. സൂര്യൻ അസ്തമിക്കുന്നില്ലല്ലോ. ഇപ്പൊ സൂര്യൻ തിരിച്ചു നിൽക്കണു. കാർ വന്ന് മൂടിയാൽ സൂര്യൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ആനന്ദമുണ്ട്. നമ്മളൊക്കെ ആനന്ദ സ്വരൂപികളാണ്, ഈശ്വര സ്വരൂപികളാണ്. അമൃതസ്യപുത്ര എന്നാണ് നമ്മളെ ഉപനിഷത്തുകൾ വിളിക്കുക. നമ്മളൊക്കെ അമർത്യന്മാരാണ്. നമ്മൾ ആരും ഭരിക്കണില്ല. നമ്മൾ ഈശ്വര സ്വരൂപികളാണ്, ആനന്ദ സ്വരൂപികളാണ്, ബ്രഹ്മസ്വരൂപികളാണ്. അഹം ബ്രഹ്മാസ്മി എന്നുള്ളതാണ്. പക്ഷേ ഈ ഞാനെന്ന് പറയുന്ന ഭാവം, ഈ കർട്ടൻ മായാജവനികാച്ഛന്നം, മായയാകുന്ന കർട്ടൻ വന്ന് മൂടുമ്പോ നമുക്ക് തന്നിൽ താനായിട്ട് വിളങ്ങുന്ന ഈശ്വരനെ അറിയാൻ പറ്റണില്ല. അതാണ് നമ്മളെ അജാമിളൻ എന്ന് പറഞ്ഞത്. ആരാ അജാമിളൻ? അജയ മിളനം യസ്യ സ അജാമിള.
അജ എന്ന് പറഞ്ഞ മായ എന്നർത്ഥം. മായാബദ്ധനായ ജീവാത്മാവ് ഈ പ്രകൃതിയിൽ കാണപ്പെടുന്ന പ്രാപഞ്ചിക വിഷയങ്ങൾ മുഴുവൻ സത്യമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവൻ. ഉദ്ധവനോട് ഭഗവാൻ പറയും, ബദ്ധോ ബോധ ഇത് വ്യാഖ്യ ഗുണതോമേ എന്ന വസ്തുത. നമുക്ക് ബദ്ധപ്പാട് 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 ബദ്ധൻ ബദ്ധൻ. നമ്മളാരും ബദ്ധന്മാരല്ല, നമ്മളൊക്കെ സ്വതന്ത്രരാണ്. കെട്ടിയിട്ടവനെയല്ലേ അഴിച്ചുവിടുന്ന കാര്യമുള്ളൂ, അല്ലേ? കെട്ടാത്തവനെ അഴിച്ചുവിടുന്ന കാര്യമുള്ളൂ. നമ്മളെ ആരും കെട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ സാധാരണ പറയാൻ നായ അഴിച്ചുവിടും, അല്ലല്ല പശുവിനെ അഴിച്ചുവിടും എന്ന് പറയാൻ അതിനെ കെട്ടിയിട്ടേക്കുക. നമ്മളെ ആരെങ്കിലും കെട്ടിയിട്ടുണ്ടോ? ആരും കെട്ടിയിട്ടില്ല. പക്ഷേ നമ്മുടെ മനസ്സിന്റെ ത്രിഗുണാത്മകമായ മനസ്സിന്റെ വ്യത്യാസം കൊണ്ട് നമുക്ക് തോന്നുന്നു നമ്മളൊക്കെ ബദ്ധന്മാരാണ്. ത്രിഗുണാത്മകമായ മനസ്സിന്റെ ആ വൈകല്യം കൊണ്ട് നമ്മളൊക്കെ ബദ്ധരാണെന്ന് തോന്നുക. നമ്മൾ ആനന്ദ സ്വരൂപികൾ തന്നെയാണ്. ആനന്ദം പുറത്തുനിന്ന് ആരും കൊണ്ടുവരണ്ട. ആരും കൊട്ട കണക്കിന് ടിപ്പർ ലോറിയിൽ കൊണ്ടുവരണമെന്നില്ല. സന്തോഷം നമുക്ക് ആരും നമ്മളെ ദുഃഖിപ്പിക്കണമില്ല. സുഖ ദുഃഖപ്രദോധാന്യ പുരുഷസ്യാത്മവിഭ്രമ. ഈ സുഖദുഃഖങ്ങളില്ലാത്ത അദ്വൈത അവസ്ഥയ്ക്കാണ് ഭക്തി എന്ന് പറയാം. അപ്പോൾ ഒരു ഭക്തന് വേണ്ടത് നിരപേക്ഷം, മുനി, ശാന്തം, നിർവൈരം. ആരോടും വൈരബുദ്ധി തോന്നാണ്ടിരിക്കുക, മത്സരബുദ്ധി തോന്നാണ്ടിരിക്കുക. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഭാഗവതം തുടങ്ങുമ്പോൾ വേദവ്യാസ മഹർഷി പറഞ്ഞത് നിർമത്സരാണാം സദാം വേദ്യം. മത്സരിയാകരുത്. ആരാ മത്സരി? അന്യോത്കർഷം വിലോക്യാശു യോ ഭിദ്യതി സ മത്സരീന. മറ്റുള്ളവരുടെ ഉയർച്ച കണ്ടിട്ട് അസൂയപ്പെടുന്നവൻ. ഞാനെന്ന ഭാവം വരുമ്പോഴല്ലേ അസൂയ ഉണ്ടാവുന്നത്. അപ്പൊ ഞാനെന്ന ഭാവത്തിനെ, അതാണ് നേരത്തെ പറയുന്നത്, ഐ വാണ്ട് എന്നുള്ളതിന് വെട്ടിക്കളഞ്ഞാൽ നമ്മളൊക്കെ ആനന്ദസ്വരൂപികളാണ്. നമുക്ക് ആനന്ദസ്വരൂപികളാവാൻ ഐ വാണ്ട് എന്നുള്ളത് ഡിസ്കാർഡ് ചെയ്താണ്. എന്ന് അഹംഭാവം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നുവോ അന്നേ മനുഷ്യൻ നേരെയാവുള്ളൂ, അന്നേ ആനന്ദസ്വരൂപികളാവുള്ളൂ, അന്നേ നമ്മൾ ഈശ്വര സ്വരൂപികളാണെന്ന് മനസ്സിലാക്കുള്ളൂ. അപ്പൊ നിരപേക്ഷം, മുനി, ശാന്തം, നിർവൈരം. അഞ്ചാമത്തേത് സമദർശനം. എല്ലാവരെയും ഒരേപോലെ കാണുക. ഇത് തന്നെയാണ് ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞത്. മയ്യാവേശ മനസ്സമ്യക് സമദൃക് വിചരസ്വക. എല്ലാത്തിനെയും ഒരേപോലെ കാണുക. ബ്രാഹ്മണെ, പുൽകസെ, സേനെ, കള്ളനെയും സത്യവാനെയും, ബ്രാഹ്മണനെയും ചണ്ടാളനെയും, പശുവിനെയും പട്ടിയെയും പാമ്പിനെയും പന്നിയെയും ദേവനെയും അസുരനെയും എല്ലാവരെയും ഭഗവാന്റെ വിഭൂതികളായിട്ട് കാണും. എല്ലാം ഭഗവാനാണ് എന്ന് കാണാൻ പറ്റണം. അതാണ് ഭക്തി. നമ്മൾ ഗോപൂജ നടത്താറുണ്ടല്ലേ പല ക്ഷേത്രങ്ങളിലും വീടുകളിലും ആശ്രമങ്ങളിലൊക്കെ. പശുവിനെ നമസ്കരിക്കാറുണ്ട്, തീറ്റ വെള്ളം കൊടുക്കാറുണ്ട്, ഗോപൂജ നടത്താറുണ്ട്. ഈ റോഡുകളെ കെട്ടി നടക്കുന്ന ഒരു ശ്വാബിനെ നമ്മൾ നമസ്കരിച്ചാലോ? അവന്റെ ഗതിയിൽ അവന് തലക്ക് വട്ട. ആ നായെ നമസ്കരിക്കണം കണ്ടില്ലേ എന്ന് പറയും. പക്ഷേ ഭാഗവതം പറയുന്നു അതാണ് ഭക്തി എന്ന്. എന്താ നമ്മളെ ചെയ്യാത്ത? നമ്മുടെ ഈഗോ. നമ്മുടെ എല്ലാവരും ഒരു ഈഗോ ഉണ്ട്, അത് സമ്മതിക്കില്ല. ഒരു സ്വാമിനെയാണ് നമസ്കരിക്കുകയും. ഇതാണ് സകല ഇല്ലത്തിലും സകല ചരാചരങ്ങളിലും ഭഗവാനുണ്ട് എന്നുള്ള സമദർശനാണ് ഭക്തി. ഭക്തിക്ക് 5 ഗുണങ്ങൾ പറഞ്ഞു. നിരപേക്ഷം, മുനി, ശാന്തം, നിർവൈരം, സമദർശനം. അല്ല, ആദ്യത്തെയും അവസാനത്തെയും. ഒന്നാമത്തേത് നിരപേക്ഷം, വിത്തൗട്ട് എനി റിക്വസ്റ്റ്. ഭഗവാനോടൊന്നും ചോദിക്കണില്ലേ, നീ ഭഗവാനാണ്. സമദർശനം, ഈക്വാലിറ്റി. എല്ലാവരെയും ഈശ്വരമയമായിട്ട് കാണാൻ പറ്റുമോ? നീ ഈശ്വരനാണ്. ദൃഷ്ടിസ്വതം ദർശനസ്തുഭവത്തനൂനാം. ഈ കാണുന്നതൊക്കെ, കാണുന്നതെല്ലാം നീ ആകണം എന്ന് പണ്ട് ശിർക്കാഴി ഗോവിന്ദരാജൻ പാടിയതുപോലെ എല്ലാം 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 എല്ലാം. അത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് കെമിസ്ട്രിക്കാരോ ഫിസിക്സുകാരോ പറയും, ആയിക്കോട്ടെ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്നുള്ളത് ഫിസിക്സുകാർ പറയും, ആയിക്കോട്ടെ. പരമാത്മാവ് എന്ന യോഗികൾ ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ശബ്ദരെ. യോഗികൾ പറയും പരമാത്മാവെന്നോ, ഭക്തന്മാർ പറയും ഭഗവാൻ എന്നോ, വേദാന്തികൾ പറയും ബ്രഹ്മമെന്നോ. ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞോട്ടെ. വൺ ആൻഡ് ദ സെയിം. എല്ലാം ഒന്ന് തന്നെയാണ്. 365 ദിവസങ്ങൾ കൊണ്ട് സൂര്യനെ ഭൂമി ചുറ്റും
സങ്കല്പിച്ചതാര്? ജൂൺ ജൂലൈ മാസമാകുമ്പോൾ മഴ പെയ്യണമെന്ന് തീരുമാനിച്ചതാര്? ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചുട്ടുപൊള്ളുന്ന വെയിൽ വരണം, നവംബർ ഡിസംബർ ജനുവരിയിൽ മരക്കൊച്ചുന്ന തണുപ്പ് വരണം. ഇതാര് തീരുമാനിച്ചു? ആരാ പറഞ്ഞുവിട്ടെ? ഭാഗവതം പറയും, മധ്വയാൽ വാദിവാദോയം സൂര്യസ്തപതി മധ്വയാൽ. ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഞാനാണ് എന്നാണ്. ഇങ്ങനെ ഇതിനെല്ലാത്തിനും ആധാരമായിട്ട്, വിശ്വാധാരമായിട്ടിരിക്കുന്ന ആ ചൈതന്യം ഉണ്ട് എന്ന ആ സമദർശനമാണ് ഭക്തി. നിരപേക്ഷം, മുനിം, ശാന്തം, നിർവൈരം, സമദർശനം. ഈ 5 ഗുണങ്ങളാണ് ഒരു ഭക്തന് വേണ്ടത്. അങ്ങനെയുള്ള ഒരു ഭക്തനെ ഞാൻ അനുഗമിക്കുന്നു. പൂജാദിഷു അനുരാഗ എന്നാണ് പരാശര മഹർഷി പറയുക. ഭഗവാനെ പൂജിക്കുന്നതിലുള്ള താല്പര്യമാണ് ഭക്തി. ഭക്തിക്ക് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. പരാശര മഹർഷി പറഞ്ഞത് പൂജാദിഷു അനുരാഗ, ഭഗവാനെ പൂജിക്കാനുള്ള താല്പര്യം. കഥാദിഷു ഇതി ഗർഗ, ഭഗവാന്റെ കഥകൾ കേൾക്കുക, അത് വായിക്കുക, അനുസരിക്കുക, കഥകളിലുള്ള താല്പര്യം എന്ന് ഗർഗ മഹർഷി. പിന്നെ ആത്മരതിക്ക് അവരോധനേരി എന്ന് ശാണ്ഡില്യ മഹർഷി പറഞ്ഞു. ആത്മരതിക്ക് വിരുദ്ധമല്ലാത്തത്, തന്നിൽ താനായിട്ട് വിളങ്ങുന്ന ഈശ്വരനെ അറിയുന്നതിന് വിരുദ്ധമല്ലാത്തത് അതാണ്. ഇനി ശ്രീനാഥ മഹർഷി പറഞ്ഞു, സകല കർമ്മങ്ങളും ഈശ്വരനിൽ അർപ്പിച്ച് ചെയ്യുന്നതാണ് ഭക്തി. ശാണ്ഡില്യ മഹർഷി പറഞ്ഞു, പരാശര മഹർഷി പറഞ്ഞു, വേദവ്യാസൻ പറയുന്നു, പലരും പലതും പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിലും സകല ചരാചരങ്ങളിലും ഭഗവാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. ഉദ്ധവ യഥാ അഗ്നി സുസമർത്ഥാർച്ചി, കത്തിജ്വലിക്കുന്ന തീയ് എപ്രകാരമാണോ വിറകിനെ ഇല്ലാതാക്കുന്നത്, അതുപോലെ തഥാമത് വിഷയാ ഭക്തി, എന്നിലുള്ള ഭക്തി ഒരുത്തന്റെ ദുഃഖങ്ങളെ, ദുരിതങ്ങളെ, പാപങ്ങളെ ഇല്ലാതാക്കുന്നു. ഇങ്ങനെ ആ ഭക്തിയാഹ ഏകയാഗ്രാഹ്യ, ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞു, എന്നെ മനസ്സിലാക്കണമെങ്കിൽ, എന്റെ അടുത്തെത്തണമെങ്കിൽ, എന്നെ ആസ്വദിക്കണമെങ്കിൽ, എന്നെ അനുഭവിക്കണമെങ്കിൽ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. തപസ് കൊണ്ടോ യജ്ഞം കൊണ്ടോ ദാനം കൊണ്ടോ ഒന്നും. ഹിരണ്യകശിപു തപസ് ചെയ്തു, എന്നിട്ടോ ഭക്തിയാണോ ഉണ്ടായത്? അതിഥി വ്രതം നോറ്റു, ഭക്തിയാണോ ഉണ്ടായത്? ഇന്ദ്രനെ കൊല്ലാനാ? പ്രാചീന പരിഹസ യാഗം ചെയ്തു, എന്തിനാ? സ്വർഗത്തിൽ പോവാൻ. ഇതൊക്കെയാണോ ഭക്തി? അല്ല, ഇതൊന്നുമല്ല ഭക്തി. അപ്പൊ യാഗമോ യജ്ഞമോ വ്രതമോ ഇതൊന്നും എന്നെ ബാധിക്കണില്ല, എന്നെ വശീകരിക്കണില്ല. എപ്രകാരമാണോ ഈ അഗ്നി വിറകിനെ ഇല്ലാതാക്കുന്നത്, അതുപോലെ ഭക്തിയാഹം ഏകയാ ഗ്രാഹ്യ, എന്നിലുള്ള ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പലതവണ കണ്ടു ഭക്തിയുടെ അനേകം വ്യാഖ്യാനങ്ങൾ. എല്ലാം അയ്യപ്പൻ, എല്ലാത്തിനും പൊരുൾ അയ്യപ്പൻ എന്ന ഭക്തിഗാനം പോലെ എല്ലാത്തിലും ഈശ്വരനാണ് എന്ന ഭാവമാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി എന്ന് പറയുന്നത്. അങ്ങനെ ആ ഭക്തി വന്നു കഴിഞ്ഞാൽ കഥം വിനാരോമഹരിഷം, സകല ചരാചരങ്ങളും ഭഗവാനാണ് എന്നറിയുമ്പോൾ, ഈ മനുഷ്യശരീരം തന്നതും ഭഗവാനാണ്, അത് ഭഗവാനെ ഉപാസിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നറിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രോമാഞ്ചകണിതമാവും, ആനന്ദ ബാഷ്പമുണ്ടാവും. ശീതബാഷ്പവിഹരൈ ആനന്ദമോക്ഷോദ്ഭവൈ എന്ന് പട്ടേൽപാട് പറഞ്ഞു. നമ്മൾ ചിന്തിക്കുക, ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഭഗവാനെ ഞാൻ എത്ര ധന്യനാണ് എന്ന്. നമ്മൾ ചെങ്കോട്ടുദേവരുടെ മുമ്പിലോ കൊടുങ്ങല്ലൂരമ്മയുടെ മുമ്പിലോ പരാതികളുടെ കെട്ടായിരിക്കും, അല്ലേ? അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, കംപ്ലൈന്റ് മയം. ചെറിയ നെല്ല് തരും കൊടുങ്ങല്ലൂരമ്മയും ചെങ്കോട്ടുദേവരും. നമ്മുടെ കംപ്ലൈന്റ്, നമുക്ക് കംപ്ലൈന്റേ പറയാനുള്ളൂ. അങ്ങനെയാണോ നമ്മൾ വേണ്ടത്? നേരെ തിരിച്ചു ചിന്തിക്കൂ. അമ്മേ, എനിക്ക് ശ്രേഷ്ഠമായ മനുഷ്യശരീരം തന്നില്ലേ? അമ്മയെ കാണാൻ കണ്ടതുമില്ല. എത്ര പേരുണ്ട് കണ്ടില്ലാത്തവര്? കൊടുങ്ങല്ലൂരമ്മയെ കാണാൻ പറ്റാത്തവർ എത്ര പേരുണ്ട്? നാവുണ്ടായിട്ടും കാളി കാളി മഹാകാളി ഭദ്രകാളി മുസ്തേ എന്ന് ചൊല്ലാൻ പറ്റാത്ത എത്ര പേരുണ്ട്? എത്ര പേർക്ക് കാലുകൊണ്ട് നടക്കാൻ പറ്റാത്തവരുണ്ട്?
ശ്രേഷ്ഠമായ മനുഷ്യശരീരം തന്നിട്ട് അവിടുത്തെ കാണാനും കേൾക്കാനും സ്തുതിക്കാനും നമസ്കരിക്കാനും എല്ലാം അമ്മ അവിടുന്ന് ഭാഗ്യം തന്നില്ലേ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ആനന്ദ കണ്ണീർ വരില്ലേ? ആലോചിച്ച് നോക്കൂ. ശ്രേഷ്ഠമായ മനുഷ്യശരീരം. ഒരു ശ്വാവാണെങ്കിലോ, ഒരു ശ്വാവാണെങ്കിൽ അപ്പം കല്ലിൽ തരില്ലേ ആൾക്കാർ? അപ്പൊ ഈ നാവ് കൊണ്ട് ഭഗവാനെ സ്തുതിക്കാൻ പറ്റുന്ന ഒരേ ഒരു ജന്തു നമ്മുടെ മനുഷ്യരാണ്. കുയില് പാട്ട് പാടും, അല്ലെങ്കിൽ മൈന പാട്ട് പാടും എന്നൊക്കെ നമ്മൾ, അല്ലെങ്കിൽ തത്ത പാട്ട് പാടും, വർത്താനം പറയും എന്നൊക്കെ പറഞ്ഞാലും ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ എന്ന് സ്തുതിക്കാൻ മനുഷ്യനല്ലാണ്ട് വേറെ ആക്കാൻ പറ്റും? എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ നാവ് തന്നിരിക്കുന്നത് ഭഗവാനെ സ്തുതിക്കാനാണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? എപ്പോഴെങ്കിലും ചിന്തിക്കും. നമ്മൾ ക്ഷേത്രത്തിൽ വരുമ്പോൾ മാത്രം, ക്ഷേത്രത്തിൽ വരുമ്പോൾ മാത്രമല്ല, പുറത്തേക്ക് ഇറങ്ങപ്പോഴും അതെ. വാണി ഗുണാനുകഥനെ ഭഗവാന്റെ കഥകൾ പറയാനായിട്ട് വരുന്നു. എന്നോട് പലരും പല കംപ്ലൈന്റ് പറയാറുണ്ട്. താൻ എന്ത് പറഞ്ഞാലും ഭാഗവത്തിന് ഒരു കോട്ടിങ്സ് എടുത്ത് പറയുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് അതേ പറയാനുണ്ട്. ഞാൻ ഭക്തനായതുകൊണ്ടല്ല, ഞാൻ ശീലിച്ചത് അങ്ങനെയാണ്, ഭക്തി കൊണ്ടല്ല. അതിൽ ലോകത്തിലുള്ള സകല കാര്യങ്ങളുടെയും ഉത്തരം ഭാഗവതത്തിലുണ്ട്. ഹൃദയ ഗ്രന്ഥി ഛിന്നത്തെ സർവസംശയ. എല്ലാ സംശയങ്ങളും തീരാനുള്ള മറുപടി ഭാഗവതത്തിലുണ്ട്. വേറെ ശാസ്ത്രങ്ങളെ ഒന്നും നോക്കണ്ട. അനേക ശാസ്ത്രം ബഹുവേദിതവ്യം. ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട് മനുഷ്യന് പഠിക്കാൻ. അല്പശ്ച കാലോ, കുറച്ചു കാലം കൊണ്ട് ആയിട്ടുള്ളൂ. ബഹവശ്ച വിഘ്ന, എത്രയാ തടസ്സങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മനുഷ്യായുസാണെങ്കിൽ കുറയും. അപ്പൊ എന്താ വേണ്ടത്? ഭൂരിസാരം തതുപാസദ്രവ്യം. ഏതാണോ ഏറ്റവും എസൻസ് ആയിട്ടുള്ളത് തതുപാസദ്രവ്യം, അത് സ്വീകരിക്കുക. അപ്പൊ ഭാഗവതത്തിൽ എന്താണ്? അപ്പൊ ഭാഗവതത്തിന്റെ കഥകൾ കേൾക്കുമ്പോ, ഭഗവാന്റെ നാമം ജപിക്കുമ്പോ നമ്മുടെ ഹൃദയഗ്രന്ഥി പൊട്ടും, ചിന്നിച്ചെതറും. എന്താ ഹൃദയഗ്രന്ഥി? അഹംബോധം എന്നുള്ള ആ ഗ്രന്ഥി പൊട്ടും, ചിന്നിച്ചെറും. അത് അതേവരെ നമ്മളൊക്കെ ആരോ ആണ് എന്ന് നമുക്ക് തോന്നലുണ്ട്. അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ആചാര്യനാണ്, ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ് എന്നൊക്കെ ഒരുപാട് തൂവലുകൾ തിരികിട്ടാണ് നമ്മൾ നടക്കണേ. പക്ഷെ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ, കുറെ സത്സംഗത്തിൽ പങ്കെടുക്കുമ്പോൾ ആ തൂവലുകൾ അങ്ങനെ വീണു പോകും. നമ്മുടെ തലയിൽ നിന്ന് നമ്മൾ അറിയാതെ മുടി താഴെ വീണു പോകുന്നത് പോലെ നമ്മുടെ സകല അഹങ്കാര തൂവലുകളും ഒഴിഞ്ഞു പോകും. ഇതിനെന്ത് മനസ്സിലാവും? നമ്മൾ ബിഗ് സീറോ. അർജുനന് സന്താനകുമാരന്റെ ഏറ്റവും ഒടുക്കാന്ന് മനസ്സിലായി. എന്ത്? വി ആർ സീറോ, ഹി ഈസ് എ ഹീറോ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ബിഗ് സീറോ. സീറോക്ക് എപ്പോഴാണ് വില വരിക? ഇടതുവശത്ത് ഒന്ന് വരുമ്പോഴാണ്. ഏകവും അദ്വിതീയവുമായ ഒന്ന് ഇടതുവശം വരുമ്പോഴേ പൂജ്യത്തിന് വരുള്ളൂ, അല്ലെങ്കിൽ പൂജ്യത്തിന് വിലയില്ല. ഭഗവാൻ പൂജ്യൻ, നമ്മള് പൂജ്യം. അത്രയേ ഉള്ളൂ. ഈ ഒരു ധാരണയാണ് ഭക്തി. നമ്മൾ ആരുമല്ല എന്ന് ആദ്യം ഉറപ്പിച്ചോളൂ. ഇത് ഭഗവാൻ തന്നതാണ്. എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഭഗവാൻ തന്നതാണ്. അതാണ് നിരപേക്ഷം എന്ന് പറഞ്ഞത്. നിനക്ക് വേണ്ടത് ഞാൻ തന്നോളാം യഥാസമയത്ത്. നീ പ്രത്യേകിച്ച് എന്നോട് റിക്വസ്റ്റ് ചെയ്യൊന്നും വേണ്ട. പാഹിമാമയ്യപ്പ, പാഹിമാമയ്യപ്പ. നമ്മൾ പറഞ്ഞത് എന്ത് ദ്രോഹാന്ന് നോക്കൂ. നമ്മൾ പറഞ്ഞിട്ട് വേണോ അയ്യപ്പസ്വാമിക്ക് നമ്മളെ രക്ഷിക്കാൻ? നമ്മളെ മാത്രം രക്ഷിക്കാൻ പറ്റൂ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്നല്ലേ ഋഷിമാരെ നമ്മളോട് പറയാൻ പറഞ്ഞു. ഇതിന് നമ്മളെന്താ പറയും? കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഈ ഭാവം മാറ്റി ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്ന രീതിയിൽ പറഞ്ഞാൽ പോരാ, മനസ്സിൽ ഉറച്ചാൽ പോരാ, ഇത് പ്രവർത്തിക്കാറാവണം. നമ്മൾ ചെയ്യുന്നത് ലോകത്തിന് ഉപകാരപ്രദമാവണം. സഹജീവികളെല്ലാം ഈശ്വരരൂപികളാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സർവീസ് ലോകത്തിന് ഉപകാരമാവണം. മാനവസേവ മാധവ സേവയാവണം. അതിനുവേണ്ടിയിട്ടാണ് ഈ ശരീരം. അതിനാണ് നാമജപം. അങ്ങനെ നാമം ജപിച്ചു കഴിഞ്ഞ് ഭക്തി ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ
നമ്മുടെ ഹൃദയഗ്രന്ഥി മഞ്ഞുകട്ട പോലെ അലിയും, അത് കണ്ണിൽ കൂടെ പുറത്തേക്ക് വരും. അതാണ് ആനന്ദബാഷ്പം എന്ന് പറഞ്ഞത്. കൊടുങ്ങല്ലൂരമ്മയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട്, ചെണ്ടുകുത്ത് ദേവരുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട്, തൃക്കലത്ത് ദേവരുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഹൃദയഗ്രന്ഥി ഉരുകാൻ തുടങ്ങി എന്ന്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അത് കുറഞ്ഞ വീണ്ടും കട്ടയാവും. അപ്പൊ എന്ത് വേണം? വീണ്ടും അത് അലിയിച്ച് കളയണം. നമ്മുടെ ഈ മൊബൈൽ ചാർജ് ചെയ്യുന്നത് പോലെയാണ്. കുറച്ച് നേരം ചാർജ് ചെയ്യണം, 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും റീചാർജ് ചെയ്യണം. ഈ റീചാർജ് ചെയ്യലാണ് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞത്. അപ്പൊ ചാർജ് ഇല്ലാതാവുമ്പോ നമ്മുടെ ഹൃദയഗ്രന്ഥി വീണ്ടും മരവിക്കുമ്പോ നമ്മൾ സാധാരണ ഫ്രിഡ്ജ് ഡീഫ്രോസ്റ്റ് ചെയ്യാറില്ല. എന്തിനാ? ഇതേപോലത്തെ ഡീഫ്രോസ്റ്റിംഗ് ആണ് അമ്പലത്തിൽ ചെയ്യണത്. നമ്മുടെ ഫ്രിഡ്ജിന്റെ ഉള്ളില് മഞ്ഞ് കട്ട കൂടിയിരിക്കുമ്പോ അത് വെള്ളമായിട്ട് ഒഴുകി കളഞ്ഞ് പുറത്തേക്ക് ഒഴുകി കളഞ്ഞ് ഫ്രിഡ്ജ് ശുദ്ധമാക്കുന്നത് പോലെ നമ്മുടെ മനസ്സാകുന്ന ഫ്രിഡ്ജും ശുദ്ധമാക്കാനുള്ള ഡീഫ്രോസ്റ്റിംഗ് ആണ് ഭഗവാന്റെ മുമ്പിൽ ചെല്ലുക. ആ ഭക്തിയോടുകൂടി ഭഗവാന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഈ ശ്രേഷ്ഠമായ മനുഷ്യശരീരം നമുക്ക് തന്നൂലോ, ഈ ഭാഗ്യലബ്ധി വരുമ്പോ നമ്മുടെ ആ ഹൃദയം അലിയും, അത് കണ്ണിന്റെ ഉള്ളിൽ പുറത്തേക്ക് വരും. അങ്ങനെ ഉദ്ധവ യഥാർത്ഥത്തിനാ ഹേമമല്ലം ജഹാതി, നെരിപ്പോടിലിട്ട് സ്വർണം ചുട്ട് പഠിപ്പിക്കുമ്പോ അതിലെ മാലിന്യങ്ങളെല്ലാം ഉരുകി ഒലിച്ച് തനി തങ്കമായിട്ട് മാറും. അതാണ് ഭക്തി. നമ്മുടെ നാമജപം, വ്രതം, യജ്ഞം, ധ്യാനം, സാഖ്യം, ധർമ്മം, ധ്യാനം, ഈ കാര്യങ്ങളൊക്കെ പറയണത്തിനാണ്. സർവേ മനോനിഗ്രഹ ലക്ഷണാന്ത, ഇതൊക്കെ പറയുന്നത് മനോനിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. മനസ്സിനെ ഇല്ലാതാക്കാനാ, മനസ്സിനെ നിഗ്രഹിക്കാനാ, മനസ്സിനെ അടക്കാനാ, മനസ്സിനെ നിയന്ത്രിക്കാനാ, മനസ്സിനെ ശാന്തമാക്കാനാ, ഇതെല്ലാം. അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് മനസ്സടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. മനസ്സടങ്ങാറാവണം. എന്താ നമ്മുടെ മനസ്സടങ്ങാതെ? നമ്മുടെ മനസ്സ് ഭഗവാന് പൂർണ്ണമായിട്ട് ആത്മസമർപ്പണം ചെയ്യാത്തത് കൊണ്ടാണ്. ഇതൊക്കെ ഈശ്വരൻ്റെതാണ് എന്ന ബോധം വരണം. ഇതൊന്നും നമ്മുടെ അല്ല. ബ്രാഹ്മണര് യാഗം ചെയ്യുമ്പോൾ അഗ്നയെ ഇതം നമഃ, ഇതൊന്നും എൻ്റെ അല്ല എന്ന് പറയുന്നത് പോലെ. അപ്പൊ യഥാർത്ഥത്തില് ഭക്തി എന്ന് പറഞ്ഞാൽ സകല ചരാചരങ്ങളിലും അന്തര്യാമിയായിട്ടിരിക്കുന്നത് ഞാൻ മാത്രമാണ്. യഥാർത്ഥിന ഹേമമലം ജഹാതി മാതം പുനസ്ത്വം ഭജതേത രൂപം. ചുട്ടുപഴിപ്പിച്ച ആ നെരിപ്പോടിലിട്ട് സ്വർണം ചുട്ടുപഴിപ്പിക്കുമ്പോൾ അതിലെ മാലിന്യങ്ങളെല്ലാം ഉരുകി ഒലിച്ച് തനി തങ്കമായിട്ട് തീരുന്ന ആ അവസ്ഥ, സ്വസ്വരൂപാവബോധം. പാമ്പ് ഉറവൂരുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള ആ മായയാകുന്ന ത്രിഗുണാത്മികമാകുന്ന അഹബോധമാകുന്ന ആ കാർമേഘം മാറാറാവണം. നമ്മുടെ ഉള്ളിലുള്ള ഈ സൂര്യൻ, ജ്ഞാനസൂര്യൻ, ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ഈശ്വരനാണെന്ന് നമുക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത്? ഈ മായയുള്ളത് കൊണ്ടാണ്. മായയാകുന്ന ത്രിഗുണാത്മികമായിരിക്കുന്ന അഹംബോധമായിരിക്കുന്ന മായ ആ സ്ക്രീൻ മാറ്റാത്ത കാലത്തോളം നമുക്ക് ഈശ്വരനെ മനസ്സിലാവില്ല. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, അവിടെയും ഇവിടെയും ഈശ്വരൻ, എന്റെ ഹൃദയമായ കോവിലിലും ഈശ്വരൻ എന്ന സിനിമാ പാട്ട് പോലെ അവസാനം സ്വസ്വരൂപാനുസന്ധാനം. ക്ഷേത്രത്തിൽ പോവണ്ട എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ ഇരിക്കുന്നത് ഈശ്വരന്റെ വിഗ്രഹമാണ്, വിശേഷേണ ഗ്രാഹ്യം. ഈ 14 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഈ 2 ചെറിയ കണ്ടുകൊണ്ടേ ഈ ഹാളിൽ ഇരിക്കുന്ന ആൾക്കാരെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ പറ്റണില്ല. എന്നിട്ട് വേണ്ടേ 14 ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇപ്പൊ മുരുകന്റെ അമ്പലത്തിന്റെ ക്ഷേത്രപാലം ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയാൽ തല കാണില്ല, തലകൾ നോക്കിയാൽ കാര്യം കാണില്ല. ക്ഷേത്രപാലം തന്നെ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. എന്നിട്ട് വേണ്ടേ 14 ലോകത്തിൽ നിറഞ്ഞിരിക്കുന്ന വിരാട് പുരുഷനെ കാണാൻ. അപ്പൊ എന്ത് വേണം? ഈ 14 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതായ ആ ചൈതന്യമാണ് ഈ വിഗ്രഹവും. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർമാർ സോഷ്യൽ സ്റ്റഡീസ് ഗ്ലോബ് കൊണ്ടുവരാറുണ്ട്. എന്തിനാ ഗ്ലോബ് കൊണ്ടുവരുന്നത്? ഇതാണ് ഭൂമി, ഇതാണോ ഭൂമി? ടീച്ചർമാർ മേശപ്പുറത്തേക്ക് വീണാണല്ല ഗ്ലോബ്, ഭൂമി, ഭൂമിയുടെ മിനിയേച്ചർ എന്ന് പറഞ്ഞതുപോലെ
യഥാർത്ഥ വിശേഷണങ്ങൾക്ക് അതീതമായിരിക്കുന്ന ആ ചൈതന്യത്തിനെ ഒരു രൂപം കൽപ്പിച്ച് എന്തിനാ? നമ്മുടെ ഉപാസനയ്ക്ക് വേണ്ടി, നമ്മുടെ മനസ്സ് കേന്ദ്രീകരിക്കാൻ വേണ്ടി. നമ്മുടെ 6 ഇന്ദ്രിയങ്ങളും കേന്ദ്രീകരിക്കണം. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ നമ്മുടെ മനസ്സ് ശാന്തമായി. ഇതാണ് ഭക്തി എന്ന് പറയുക. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു വിഷയാധ്യായന ചിത്തം. വിഷയങ്ങളിലേക്കാണ് ചിന്ത എന്നുണ്ടെങ്കിലോ ഭാര്യ, മക്കള്, സമ്പത്ത്, വസ്ത്രം, ആഭരണം, വാഹനം ഇതൊക്കെ വേണം നമുക്ക്. പക്ഷേ ബി ഡിറ്റാച്ച്ഡ്, നിസ്സംഗമായിരിക്കണം, നിർവികാരമായിരിക്കണം. ഈ നിരാസക്തി, മമതാ നിരാസം, ഡിറ്റാച്ച്ഡ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കല്ലേ. വലിച്ചെറിയാനല്ല, ഭാര്യയെ ഉപേക്ഷിക്കാനല്ല, മക്കളെ ഉപേക്ഷിക്കാനല്ല, സമ്പത്ത് വേണ്ട എന്നല്ല, ഗൃഹം വേണ്ട എന്നല്ല. എല്ലാം 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 ഉണ്ടായിക്കോട്ടെ, നഷ്ടപ്പെട്ടാൽ നഷ്ടബോധം തോന്നരുത്. ഇതാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. എന്റെ എന്ന് പറയുന്നത് വാസ്തവമല്ല, ഭഗവാന്റെയാണ്. യജ്ഞം അനുഗൃഹാമി തദ്വിശോ വിധുരോമ്യഹം. ഞാൻ ആരെയെല്ലാം അനുഗ്രഹിക്കുന്നുവോ അവന്റെ സകലതും ഞാൻ ഇല്ലാതാക്കും. എന്റേത് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഓരോന്നും നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുകയാണ്, അനുഗ്രഹിക്കുകയാണ്, അനുഗ്രഹിക്കുകയാണെന്ന്. നമ്മൾ നേരെ തിരിച്ചാ പറയാം. 2 നേരം ഞാൻ വന്ന് കുളിച്ചിട്ടെ കുളിച്ച് തോന്നിട്ട് ഇതാണോ എനിക്ക് ഫലം? കുന്തിദേവി എന്താ പറഞ്ഞേ? വിപദസന്ധു നശ്വൽ തത്ര തത്ര ജഗൽ ഗുരോന്ന. എനിക്ക് ആപത്തുകൾ മാത്രം തരണേ. ആപത്ത് വരുമ്പോഴല്ലേ നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക. എന്റെ മഹാദേവ നെഞ്ചത്ത് കൈവെക്കണം എപ്പോഴാ? നമ്മൾ വിചാരിക്കുകയായിട്ട് നടക്കാണ്ട് വരുമ്പോ, ആപത്തുകൾ വരുമ്പോ, ദുഃഖങ്ങൾ വരുമ്പോ, ദുരിതങ്ങൾ വരുമ്പോ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഭഗവാനോട് കൂടുതൽ അടുത്തിരിക്കണോ അടുത്തിരിക്കണോ അടുത്തിരിക്കണോ. അപ്പൊ ഇതാണ് ഭഗവാന്റെ ലീല എന്ന് പറയുന്നത്. ശാന്തി നൽകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പരീക്ഷിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ, സ്വർണത്തിനെ എങ്ങനെ ശുദ്ധമാക്കുക? ചുട്ടു പഠിപ്പിക്കുക. ചുട്ടു പഠിപ്പിക്കുമ്പോഴാണ് സ്വർണത്തിലെ മാലിന്യങ്ങളൊക്കെ പോയിട്ട് തനി തങ്കമാവുന്നത്. ഭഗവാന്റെ ചുട്ടു പഠിപ്പിക്കലാണ് ഈ പരീക്ഷണം. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് സർവസ്വവും ഞാനാണ് എന്ന് പറയുന്ന അവസ്ഥയാണ്. അതില് ആ ഭഗവാന്റെ കഥകളെ നിരന്തരമായിട്ട് കേട്ടുകൊണ്ട് ഏകാന്ത ലാഭം പരസോരപുംസാം സുശ്ലോകമൗല ഗുണവാദമാഹു. ഭഗവാന്റെ കഥകളെ നിരന്തരം ജപിക്കുക എന്നുള്ളതാണ് പരമമായ ലാഭം. ശ്രുതശ്ച വിദ്വദ്ഭ്യുപാകൃതായ കഥാസുധായ ഉപസംപ്രയോഗം. ഭഗവാന്റെ കഥകളെ നിരന്തരം കേൾക്കണം, നിരന്തരം കീർത്തിക്കണം. ഇങ്ങനെ നിരന്തരം കേട്ട് 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 നമ്മുടെ മനസ്സാകുന്ന പാത്രം സ്വർണം പോലെ തിളങ്ങണം. ഇപ്പൊ നമ്മുടെ മനസ്സാകുന്ന പാത്രം എങ്ങനെയാ? ക്ലാവ് പിടിച്ച ഓട്ടുപാത്രം പോലെയാണ്. ക്ലാവ് പിടിച്ച ഓട്ടുപാത്രം വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ വൃത്തിയാവില്ല, ചാരമിട്ട് കഴുകിയാൽ ശരിയാവില്ല, മണ്ണിട്ട് തേച്ചാൽ ശരിയാവില്ല, പുളിയിട്ട് തേച്ചാൽ ചിലപ്പോൾ ഭേദമായിട്ട് വരില്ല. എത്ര തവണ പ്രക്ഷാളനം ചെയ്താലാണോ, എത്ര തവണ വാഷ് ഔട്ട് ചെയ്താലാണോ നമ്മുടെ മനസ്സാകുന്ന പാത്രം സ്വർണം പോലെ തിളങ്ങുന്നത്, അതുവരെ നമ്മൾ നാമം ജപിക്കണം. അത് എത്തിയാലും നാമം ജപിക്കണം. മുഹുരഹോ ആലയം, ലയത്തിലെത്തിയാലും ആനന്ദാവസ്ഥയിലെത്തിയാലും നമ്മുടെ നാമം ജപിക്കണം. നിരന്തരം നാമം ജപിക്കുക. ആ കലോകത്ത് ഹരികീർത്തനാൽ. കാരണം നാമജപത്തിന് ആരോടും ചോദിക്കണ്ട, 10 പൈസ കൊടുക്കണ്ട, സമയം വേണ്ട, അധികാരി ഭേദം വേണ്ട, ഒന്നുമില്ല. നാമം ജപിക്കാൻ സന്മനസ് മാത്രം ഉണ്ടായാൽ മതി. ഏത് നേരത്ത് വേണമെങ്കിൽ നമുക്ക് ജപിക്കാം. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാന്റെ ആ നാമങ്ങളെ നിരന്തരമായിട്ട് ശ്രവിച്ച് കീർത്തിച്ച് ആ ഭഗവാനിലേക്ക്, ഭഗവാനിൽ നിന്ന് അന്യനല്ല ഞാൻ, ഭഗവാൻ ഭക്തൻ ഭജിക്കുന്നു. ഈ ഭജന മൂത്ത് 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 അല്ലെങ്കിൽ കൂടുതൽ ഉപാസന ചെയ്ത് ഭഗവാനും ഞാനും ഒന്നാണ് എന്നുള്ള അവസ്ഥയിലെത്തും. അതിനാണ് ത്രിപുടി നാശം എന്ന് പറയുക. 3 ഘട്ടങ്ങളുണ്ട്: ഭഗവാൻ, ഭജന, ഭക്തൻ. ഇത് 3 ഇല്ലാണ്ടാവും.
പൂജകൻ, പൂജ്യൻ, പൂജ. ഈ മൂന്നും ഇല്ലാണ്ടാവും. മൂന്നും ഇല്ലാണ്ടാവുമ്പോഴോ ഞാൻ തന്നെയാണ് ഭഗവാൻ. ഞാൻ തന്നെയാണെന്ന് അയാളുടെ സ്റ്റേജ് എന്ന് പറഞ്ഞ് കൈയാണെങ്കിൽ ഇരുന്നാൽ പോരാ, എല്ലാം ഞാനാണെന്ന് അറിയണം. എൻ്റെ ഉള്ളിലിരിക്കുന്നതും എൻ്റെ കൺമുമ്പിലായിട്ട് ചുറ്റും കാണുന്നതെല്ലാം തൂണിൽ, തുരുമ്പിൽ, ധരയിൽ, നഭസിൽ കാണപ്പെടുന്നോ ഉലകത്തിലെല്ലാം എന്ന് പ്രഹ്ലാദൻ പറഞ്ഞതുപോലെ അണോരണീയാൻ മഹിതോ മഹീയാൻ, സകല ചരാചരങ്ങളിലും അന്തര്യാമിയായിട്ടിരിക്കുന്നു. അത് എന്ത് പേര് വേണ്ടെന്ന് വിളിച്ചോളൂ. ആകർഷശക്തി എന്നോ, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നോ, കൃഷ്ണൻ എന്നോ, സരസ്വതി എന്നോ, രുദ്രൻ എന്നോ, എന്തെല്ലാം 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 പേരിട്ട് വിളിച്ചാലും ശരി, ആ ചൈതന്യം. നമ്മൾ കൊടുക്കുന്നതല്ലേ പേരുകൾ, നമ്മൾ കൊടുക്കുന്നതിന്റെ രൂപങ്ങൾ. അപ്പൊ ഇങ്ങനെ നാമമോ രൂപമോ ഇല്ലാത്ത ഈ വിശ്വാധാരമായിരിക്കുന്ന സകല ചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് ഒരേ ചൈതന്യമാണെന്ന സമദർശനം. അതാണ് യഥാർത്ഥ ഭക്തി. ആ ഭക്തിയുടെ 5 പോയിന്റ്സ് ഓർമ്മ വെച്ചാൽ മതി. നിരപേക്ഷം, മുനിം, ശാന്തം, നിർവൈരം, സമദർശനം. ഇങ്ങനെ സമദർശനത്തോട് കൂടിയിട്ട് ഭഗവാനെ ഉപാസിക്കുന്ന ഒരുത്തന് ആ ബ്രഹ്മമായിട്ട് ഏകീഭവിക്കാൻ പറ്റുന്നു. ബ്രഹ്മവിൻ ബ്രഹ്മൈവ ഭവതി. ബ്രഹ്മത്തിനെ അറിയുന്നവൻ ബ്രഹ്മമായി തീരുന്നു എന്നാണ്. അപ്പൊ ഈ ഉപാസനാ മാർഗങ്ങളൊക്കെ എന്തിനാണ്? എൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യവും പുറമേ സകല ചരാചരങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യവും ഒന്ന് തന്നെയാണ്. നേഹ നാനാസ്തി കിഞ്ചന എന്ന് ആധ്യാത്മ ഉപനിഷത്തിൽ പറയും. ഇവിടെ 2 എന്നൊന്നും ഇല്ല, 2 ഇല്ല. ഇവിടെ 2 ഇല്ല, ഒന്നേ ഉള്ളൂ. അതാണ് നമ്മുടെ കുഞ്ഞുണ്ണിമാര് പറഞ്ഞത്, ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. എല്ലാം ഒന്നാണ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് 2 കണ്ണുകൾ ഉണ്ടായിട്ടും ഒരു സൂര്യനല്ലേ നമ്മൾ കാണുള്ളൂ, 2 സൂര്യനെ കാണില്ലല്ലോ. അപ്പൊ നമ്മുടെ ഉള്ളിലിരുന്ന് ഭഗവാൻ പറയുള്ളൂ, ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. ആ ഒന്നിനെ അറിയണം. ഏകവും അദ്വിതീയവുമായിരിക്കുന്ന ആ ചൈതന്യമാണ് ബ്രഹ്മം. ഇതിനെ അറിയലാണ് ഭക്തി എന്ന് പറയുന്നത്. സ്വസ്വരൂപാനുസന്ധാനം. ഹൂ ആം ഐ? ആരാണ് ഞാൻ? ഈ ശരീരമല്ല, മനസ്സല്ല, ഇന്ദ്രിയമല്ല, പിന്നെ ആരാ? ധ്രുവന്റെ സ്തുതിയിൽ പറഞ്ഞ യന്തപ്രവിശ്യ, ഈ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയതി അഖില ശക്തിധര. ഈ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഈ ശരീരത്തിനെ സജീവമാക്കി കർമ്മനിരതമാക്കി പ്രവർത്തനക്ഷമമാക്കുന്ന ചൈതന്യമെന്തോ അതീശ്വരൻ. ഇതുപോലെ ഈ ബ്രഹ്മാണ്ടത്തിൽ പ്രവേശിച്ചുകൊണ്ട് അനേക രൂപങ്ങളെ സ്വീകരിച്ച് അനേക തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നടത്തുന്ന ആ ചൈതന്യമാണ്. അത് സമഷ്ടിയായിട്ട് പറഞ്ഞാലും വ്യക്തിയായിട്ട് പറഞ്ഞാലും എല്ലാം ഈശ്വരനാണ്. ഭക്തിസ്തു സമദർശനം. ഭക്തി എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ അതാണ് സമദർശനം. ഞാനെന്നോ നീയെന്നോ വ്യത്യാസം കൂടാതെ എല്ലാം ഒന്ന് തന്നെയാണ്. ഒരേ ഈശ്വരന്റെ ഭാവങ്ങളാണ്. ഒരു സൂര്യപ്രകാശം വെക്കുമ്പോൾ 10 കണ്ണാടി വെച്ചാൽ 10 സൂര്യനെ കാണാം എന്നതുപോലെ ഒരേ ഒരു പരമാത്മാവിന്റെ പ്രതിഫലനങ്ങളാണ്, പ്രതിബിംബങ്ങളാണ് നമ്മളെല്ലാവരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാവരും ഈശ്വര സ്വരൂപികളാണ് എന്നർത്ഥം. ഈശ്വര സ്വരൂപികളാണ് നമ്മൾ എന്ന് നമുക്ക് മനസ്സിലാവാത്തത് എന്താ? നമ്മുടെ ത്രിഗുണാത്മികമായ മനസ്സിന്റെ വൈകല്യം കൊണ്ടാണ്. അപ്പോൾ ഉപാസന കൊണ്ട്, നാമജപം കൊണ്ട്, കഥാശ്രവണം കൊണ്ട്, സത്സംഗം കൊണ്ട് ഈ മനസ്സിന്റെ ത്രിഗുണങ്ങളെ നിരാസം ചെയ്ത് മനസ്സിനെ ശുദ്ധമാക്കിയാൽ നമുക്ക് മനസ്സിലാവും സ്വസ്വരൂപാനുസന്ധാനം. ആരാണ് ഞാൻ? എൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ. ശൃംഗവൃത്തദേവരെന്ന് പറയുന്നതും എൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യവും ഒന്ന് തന്നെയാണ്. സർവം ഖല്ലുദം ബ്രഹ്മ എന്ന അവസ്ഥയിലേക്ക് എത്തും. അതിനുള്ള ഉപാസനയ്ക്കാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ എവിടെയാണ് ഭഗവാൻ ഉള്ളത് എന്ന് ചോദിച്ചാൽ പ്രഹ്ലാദ ചോദ്യം തിരിച്ചു ചോദിക്കുക, എവിടെ ഇല്ലാത്തത്? ഭഗവാൻ ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ല. എല്ലാ ഭഗവാന്റെ വിഭൂതികളാണ്. എല്ലാവരെ നല്ലത് ചീത്ത എന്നൊക്കെ നമ്മളാ സങ്കല്പിക്കാം. ഭഗവാൻ അങ്ങനെ ദ്വൈതമില്ല.
എല്ലാ ഭഗവാന്റെ വിഭൂതികളാണ്. അങ്ങനെ എല്ലാത്തിലും ഈശ്വരനെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാനാവണം. അതാണ് യഥാർത്ഥ ഭക്തി. ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ ഭക്തിസ്തു സമരക്ഷൻ. എല്ലാത്തിലും 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 ഈശ്വരനെ കാണാനാവലാണ് ഭക്തി എന്ന് പറയുന്നത്. ഇനിയും ഭക്തിയോഗത്തിനെ കുറിച്ച് ഒരുപാട് നമുക്ക് പറയാനുണ്ട്. പക്ഷെ 12 മണിയായി. തൽക്കാലം നമുക്ക് ആ ഭക്തിയോഗം ഇവിടെ സമർപ്പിക്കുക. ഭഗവാന്റെ മുൻപിൽ കുറച്ച് സമയം ഭഗവാന്റെ കുറിച്ചുള്ള വാക്കുകൾ പറയാൻ സാധിച്ചതിൽ ധന്യോസ്മി, അനുഗ്രഹീതോസ്മി. കാരണം നാവ് തന്നിരിക്കുന്നത് ഭഗവാന്റെ കഥകൾ പറയാനാണല്ലോ, നല്ല കാര്യങ്ങൾ പറയാനാണല്ലോ. അപ്പോൾ ലൗകിക കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് കുറച്ച് സമയമെങ്കിലും ഭഗവാന്റെ കഥകൾ 2 മണിക്കൂർ നേരത്തേക്കെങ്കിലും ഭഗവാന്റെ കഥകൾ കേൾക്കാൻ സാധിച്ചു, പറയാൻ സാധിച്ചു. അതും ഭഗവാന്റെ കൃപ. ശൃംഗവൃത്തദേവർക്ക് തോന്നിക്കാണണം ഇവിടെ ഇരുന്ന് ഭഗവാന്റെ കഥകൾ എനിക്ക് കേൾക്കണം എന്ന്. അവർ ശൃംഗവൃത്തദേവരെ അദൃശ്യനായിട്ട് ഇവിടെ വന്നിരുന്ന് കേൾക്കുന്നത് യാതൊരു സംശയവും വേണ്ട. നമുക്ക് കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ. വൈഷ്ണവാനാമഹം ശംഭു. ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും അടുത്ത ഭക്തൻ മമ്മിയൂരപ്പനാണ്. ആ മമ്മിയൂരപ്പൻ തന്നെയാണ് ശൃംഗവൃത്തദേവർ. അപ്പോൾ ഭഗവാൻ ഇതെല്ലാം കേട്ട് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതസ്വഭാവ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ. ഗോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താഃ സുഖിനോ ഭവന്തു. കരചരണകൃതം വാ കായികം കർമ്മജം വാ ശ്രവണമേനജം വാ മാനസം വാ അപരാധം വിദിതം അവിദിതം വാ സർവമേക ക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ധേ